സാധ്യത എന്താണെന്ന് മനസ്സിലാക്കി അവിടെ എത്തിച്ചു ചേർക്കാൻ നമ്മൾ സഹായിക്കുക. അല്ലാതെ വേറൊരു കുട്ടിയെ പോലെ വളർത്തുക അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നിലയിലാക്കുക എന്നല്ലല്ലോ. സനീഷ്, ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വെയിറ്റിംഗ് റൂമിൽ 11 പേര്. ജസ്റ്റ് can you please let them in? അതൊന്ന് ടേക്ക് കെയർ ചെയ്യണേ. എനിക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നു, കുറെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഫാക്ട്സ് അബൌട്ട് സെർബൽ പാൽസി. നമുക്ക് ഈ സെർബൽ പാൽസി എന്ന അവസ്ഥ തടയാൻ പറ്റുമോ? നമുക്ക് ക്യാൻ ബി പ്രിവെന്റഡ്? CP ഉണ്ടാകാനുള്ള റിസ്ക്, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ സെർബൽ പാൽസി ഉണ്ടാകുമോ എന്നുള്ള റിസ്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുമോ? സെർബൽ പാൽസി ഉള്ള കുട്ടികളിൽ പല അസോസിയേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാവും. അതെങ്ങനെ നേരത്തെ നിങ്ങൾ തിരിച്ചറിയും? പിന്നെ സ്വന്തമായിട്ട് പരിചരണത്തിന്റെ പ്രാധാന്യം, സെൽഫ് കെയർ. ഈ സെർബൽ പാൽസി ഉള്ള ആളുകള് അച്ചീവേഴ്സ് ആയിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെ നമ്മളെ സെർബൽ പാൽസി ഉള്ള കുട്ടികളെ എങ്ങനെ നമുക്ക് സഹായിക്കാം, എങ്ങനെ അഡ്വക്കേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ വാട്ട് ഇസ് സെർബൽ പാൽസി? ഇത് ഡിക്ഷണറി ഡെഫിനിഷൻ ആണ്. സെർബ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് ടു ഡു വിത്ത് ദ ബ്രെയിൻ, ബ്രെയിൻ സംബന്ധിച്ച ഒരു കാര്യം. പാൽസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീക്ക്നെസ്, ഒരു പ്രോബ്ലം യൂസിങ് വിത്ത് മസിൽസ്. ഇത് രണ്ടും കൂടെ ആകുമ്പോൾ മസിൽസ് അല്ല ആക്ച്വലി പ്രോബ്ലം. പ്രോബ്ലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മസിലിനെ കൺട്രോൾ ചെയ്യുന്ന നെർവ്സ് ഉണ്ട് നമ്മുടെ തലച്ചോറിനകത്ത്. ആ നെർവ്സിന്റെ പാത്വേ ഉണ്ട്. ആ പാത്വേയിൽ എന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലം ആണ് സെർബൽ പാൽസി, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് പല തോതിൽ വരാൻ പറ്റും. ചില കുട്ടികളിൽ ഒരു ലെമ്പ്, ഒന്നില്ലെങ്കിൽ അപ്പർ ലെമ്പ് അല്ലെങ്കിൽ ലോവർ ലെമ്പ് മാത്രം എഫക്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു സൈഡ് മൊത്തം വീക്ക്നെസ് ഉണ്ടാകാം, അല്ലെങ്കിൽ 2 കാലുകൾ മാത്രം. അത് ഡൈപ്ലീജിയ, അതാണ് ഏറ്റവും കോമണസ്റ്റ് ആയിട്ട് നമ്മൾ കാണാറ്. സെർബൽ പാൽസി ഉള്ള കുട്ടികൾ 2 കാല് മാത്രം വീക്ക്നെസ് ഉള്ള അവസ്ഥ. പിന്നെ ടെട്രാപ്ലേജിയ എന്ന് പറയുമ്പോൾ എല്ലാ 4 ലിംസും, കൈയും കാലുകളും ദേഹം മൊത്തം വീക്ക്നെസ് ഉണ്ടാവുന്നു. സെർബൽ പാൽസി എന്ന് പറയുന്നത് പല തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും കോമണസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ സ്പാസ്റ്റിക് സെർബൽ പാൽസി, അത് മസിലിന് ബലം കൂടുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഡിസ്കൈനറ്റിക് CP, അതായത് അവരുടെ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അവർക്ക് ഇൻവോളണ്ടറി ആണ്. അവർക്ക് വേണമെന്ന് വെച്ചാലും മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇങ്ങനത്തെ മൂവ്മെന്റ്സ്. പിന്നെയുള്ളത് എടാക്സിക് CP, അതായത് അവർക്ക് ഇംബാലൻസ്, നടക്കുമ്പോൾ കോർഡിനേഷൻ ഇല്ല, ബാലൻസ് ഇല്ല. ഈ 3 ടൈപ്പാണ് ഉള്ളത്. ഇതിനകത്ത് സ്പാസ്റ്റിക് സെർബൽ പാൽസിയുടെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ അവസ്ഥയും വരാം. ഒരു ബോഡിയുടെ ഒരു ഹാഫ് ഭാഗം മാത്രം വീക്ക്നെസ് ഉണ്ടാകുക, അല്ലെങ്കിൽ 2 കാലുകൾ മാത്രം ബാധിക്കുക, അല്ലെങ്കിൽ ഫുൾ ബോഡി ബാധിക്കുക, അങ്ങനെ ഉണ്ടാകാം. ഓക്കെ, സെർബൽ പാൽസി എന്ന് പറയുന്നത് ഏറ്റവും കോമണസ്റ്റ്, ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മസിലിനെ ബാധിക്കുന്ന ഒരു ഡിസബിലിറ്റിയാണ്. അബൌട്ട് 1 in 323 ആണ് അതിന്റെ എത്രമാത്രം സെർബൽ പാൽസി ഉണ്ടാകുന്നു എന്നുള്ളതിന്റെ കണക്ക്. അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടിസം എന്ന് പറയുന്ന അവസ്ഥ 54 കുട്ടികളിൽ ഒരാൾക്ക് ഓട്ടിസം ഉണ്ടാവും. അതുപോലെ 323 കുട്ടികളിൽ ഒരാൾക്ക് സെർബൽ പാൽസി ഉണ്ടാവും. കൂടുതലും ആൺകുട്ടികളിലാണ് കണ്ടുവരാറ്. പിന്നെ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പാസ്റ്റിക് ആയിട്ടുള്ള സെർബൽ പാൽസി, മസിലിന് ബലം കൂടുന്ന സെർബൽ പാൽസിയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. ഇതിൽ ഒരു ഓവർ 50%, ഒരു 50% കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ഹെൽപ്പും ഇല്ലാതെ നടക്കാൻ പറ്റും. ഈ ഒരു ഗ്രാഫ് കാണിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ 60% വാക്സ് ഇൻഡിപെൻഡന്റ്ലി,
പിന്നെ ഒരു 10 to 11% എന്തെങ്കിലും ചെറിയൊരു ഡിവൈസ് വെച്ചിട്ട് ഇതിന്റെ ഹെൽപ്പ് ഉപയോഗിച്ചിട്ട് നടക്കാൻ പറ്റും. പിന്നെ ഒരു 30% കുട്ടികൾക്ക് വീൽ ചെയർ ബൗണ്ട് ആയിരിക്കും. പക്ഷെ ഇതൊരു ജസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളുടെ കുഞ്ഞിന് എങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഈ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ട്. ഇറ്റ് ഇസ് ജസ്റ്റ് എ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫ് പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷൻ എടുക്കുമ്പോൾ ഇതാണ് അവർ കണ്ടുവന്നിരിക്കുന്നത്. ഓക്കെ, ഇതിൽ കാണിക്കുന്ന വെച്ചാൽ സെർബൽ പാൽസി ഉള്ള കുട്ടികൾക്ക് അസോസിയേറ്റഡ് പ്രോബ്ലംസ് നിറയെ കാണും. ഓട്ടിസം സ്പെക്ട്രം ഒരു 6-7% കുട്ടികൾക്ക് ഓട്ടിസം സ്പെക്ട്രം കാണാറുണ്ട്. പിന്നെ എപ്പിലെപ്സി, അതായത് ഫിറ്റ്സ്, സീഷേഴ്സ്, seen in about 41%. സ്ക്രീൻ ഷെയറിംഗ് ഒരു പ്രോബ്ലം ഉണ്ട്. ഇത് പിന്നെയും സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, ഗവേഷണങ്ങൾ നടത്തിയപ്പോൾ കണ്ടുപിടിച്ചത്. ഒരു കുട്ടി 2 വയസ്സിനകം ഇരിക്കുക അല്ലെങ്കിൽ ഉരുണ്ട് വീഴുന്നിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഒരു 6 വയസ്സാവുമ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കാൻ പറ്റും എന്നാണ് ഗവേഷണങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. പിന്നെ ഈ നടക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ, ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കാൻ പറ്റുന്നത് ആംബുലേറ്ററി സ്റ്റാറ്റസ് ഇസ് റിലേറ്റഡ് ടു ഡെവലപ്മെന്റൽ കോഷൻ. ആ കുട്ടിയുടെ എത്രമാത്രം ഡെവലപ്മെന്റ് ഉണ്ട് എന്ന് ആ ഒരു കോഷന്റും പിന്നെ ആ കുട്ടിയുടെ കാഴ്ച ശക്തി അനുസരിച്ച് ഇരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് കോഷന്റും കാഴ്ച ശക്തി നല്ലോണം ഉള്ള കുട്ടി കൂടുതൽ നടക്കാനുള്ള സാധ്യതയാണ്. പിന്നെ നമ്മൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇത്രയും അഡ്വാൻസസ് ഉണ്ട്, മെഡിക്കൽ അഡ്വാൻസസ് ഉണ്ടായി, നിയോനറ്റോളജി എല്ലാം ഒരുപാട് ഇന്നോവേഷൻസ് നടത്തിയിട്ടുണ്ട്. എന്നാലും സെർബൽ പാൽസി എന്ന ഒരു അവസ്ഥ ഇൻസിഡൻസ് അത് ഉണ്ടാകുന്ന ആ ഒരു നമ്പർ ഓഫ് കേസസ് അത് കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടുമില്ല. ആ ഒരു സ്റ്റാറ്റസ് കോ ആയിട്ട് പോവുകയാണ്. നമുക്ക് ഈ ഒരു അവസ്ഥ നേരത്തെ കണ്ടുപിടിക്കാമെങ്കിൽ, ഏതൊരു ഈ വൈകല്യം ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ള ഒരു അവസ്ഥ നേരത്തെ കണ്ടുപിടിക്കാമെങ്കിൽ ഒരുപാട് വൈകല്യങ്ങള് പിന്നെ അതിന്റെ ആ വൈകല്യത്തിന്റെ തീവ്രത കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. നമ്മളിത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള കെയർ, കണ്ടിന്യൂസ് ആയിട്ടുള്ള തെറപ്പി അല്ലെങ്കിൽ ഫോളോ അപ്പ് വിത്ത് പല ഡോക്ടേഴ്സ് ആയിട്ടും സ്പെഷ്യലിസ്റ്റ് ആയിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഈ കുഞ്ഞിന് തെറപ്പി കൊടുത്തിട്ടില്ലെങ്കിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാൻ ആ സാധ്യത ഉണ്ടാവും. ജോയിന്റ് കൺട്രാക്ചർ, മസിലിന്റെ ഫൈബ്രോസിസ്, പിന്നെ ഇതിന്റെ ലേറ്റർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ബോണി ഡിഫോമിറ്റീസ് ആണ്. അതെല്ലാം വരുന്നതിന് മുന്നേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് നേരത്തെ ഇടപെടണം. അതുകൊണ്ട് HI എന്ന് പറയുന്നത് ഹൈപ്പോക്സിക് ഇസ്കീമിക് എൻസെഫലോപ്പത്തി. ഇവിടെ പ്രൊഫഷണൽസും പേരൻസും രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഞാനൊരു മിക്സ്ഡ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. കുറെയൊക്കെ പ്രൊഫഷണൽസിന് കുറച്ച് സിമ്പിൾ ആയിട്ട് തോന്നിയാൽ ക്ഷമിക്കാം. പിന്നെ പേരൻസിന് കുറച്ച് മെഡിക്കൽ ടേംസ് അതെല്ലാം കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ ഇത് ഹൈപ്പോക്സിക് ഇസ്കീമിക് എൻസെഫലോപ്പത്തി എന്ന് പറയുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഈ രക്തയോട്ടം അല്ലെങ്കിൽ ഓക്സിജന്റെ അളവ് കുറവ്, ബ്രെയിനിലോട്ടുള്ള ഓക്സിജന്റെ അളവിന്റെ കുറവ്, അത് കാരണമാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അതായത് തലച്ചോറിനകത്ത് ഒരു ചതവുണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ഏത് ഏരിയയിലാണ്, തലച്ചോറിന്റെ ഏതൊരു ഏരിയയിലാണ് ഈ ചതവ് പറ്റിയെന്ന് വെച്ചനുസരിച്ചിരിക്കും ഈ കുട്ടിയുടെ ബാക്കിയുള്ള മാനിഫെസ്റ്റേഷൻസ്. ഇപ്പൊ ഇതിനകത്ത് പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് മാറ്റർ നമ്മൾ MRI ചെയ്യുമ്പോൾ പലപ്പോഴും ഈ വേർഡ്സ് എല്ലാം നിങ്ങൾ കണ്ടിരിക്കാം. വൈറ്റ് മാറ്റർ ഡാമേജ്, അബൌട്ട് 45% വൈറ്റ് മാറ്റർ ഡാമേജ് ആണ്. അതാണ് സ്പാസ്റ്റിക് സെർബൽ പാൽസി ഉണ്ടാക്കുന്നത്. അതിലൂടെയാണ് ഈ ഞരമ്പുകൾ, മസിൽസിന് ചലനം ശക്തിയുള്ള ഞരമ്പുകൾ പോകുന്ന ആ ഒരു പാത്വേ വൈറ്റ് മാറ്ററിലാണ്. അതേപോലെ ബേസൽ ഗാംഗ്ലിയ എന്ന് പറഞ്ഞ ഒരു ഏരിയ ഉണ്ട്, കുറച്ചുകൂടെ ഗ്രേ മാറ്ററിലാണ്. അതിനെയാണ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഡിസ്കൈനറ്റിക് CP ഉണ്ടാകുന്നത്. അതായത് ഇൻവോളണ്ടറി മൂവ്മെന്റ്സ്, ഇങ്ങനെ അൺകൺട്രോൾഡ് മൂവ്മെന്റ്സ് ഉണ്ടാകുന്ന സെർബൽ പാൽസി. പിന്നെ 10% കുട്ടികൾക്ക്
കൺജനറ്റൽ, അതായത് ജന്മനാ തന്നെ തലച്ചോറിൽ എന്തെങ്കിലും വൈകല്യം ഉണ്ടാകുന്ന കുട്ടികൾക്കും സെർബൽ പാൽസി ഉണ്ടാകാം. ഈ ഒരു പിക്ചർ ഞാൻ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് സെർബൽ പാൽസിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് കോസസ്. അപ്പം നേരത്തെ പറഞ്ഞ ഈ രക്തയോട്ടക്കുറവ് അല്ലെങ്കിൽ ഓക്സിജന്റെ അളവിന്റെ കുറവ്, അത് 2 ഘട്ടത്തിൽ ഉണ്ടാകാം. ഒന്ന് കുഞ്ഞ് ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയം, ആ സമയത്ത് ഉണ്ടാകാം. അല്ലെങ്കിൽ ഡ്യൂറിങ് ബർത്ത്, ഡെലിവറി ടൈമിൽ, അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന ബ്രെയിനിലോട്ട് പോകുന്ന ബ്രെയിനിന് ഡാമേജ് ഉണ്ടാക്കുന്ന പല കാരണങ്ങളുണ്ടാകും. അപ്പൊ ഇത് നമ്മൾ പല ഗവേഷണങ്ങളിലും കാണിച്ചിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ ഒരു 75% സെർബൽ പാൽസിയും ഈ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോഴേ ഓരോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് വന്നതായിരിക്കും. പിന്നെ ഒരു 10-20% മാത്രമേ ജനിച്ചതിന് ശേഷം ഉള്ള കോംപ്ലിക്കേഷൻസ് കാരണം ഉണ്ടാകുന്നത്. പിന്നെ അതിലും കുറവാണ് ഡെലിവറി ടൈമിലുള്ള പ്രോബ്ലംസ്. പക്ഷെ ഇതിലും പല കാരണങ്ങളും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റാവുന്നതാണ്. നമുക്ക് തടയാൻ പറ്റാവുന്ന കുറെ കാരണങ്ങളുണ്ട്. അത് എന്തൊക്കെയാണ്? ഏറ്റവും കൂടുതൽ നമ്മളുടെ നാട്ടില് നമ്മുടെ കേരളത്തില് കുറെ സ്റ്റഡീസ് കാണിച്ചിരിക്കുന്നത് സെർബൽ പാൽസി ഉണ്ടാകുന്ന കുട്ടികളിൽ ഏറ്റവും കോമണസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ബർത്ത് വെയിറ്റ് ആണ്. അതായത് ചെറിയ വെയിറ്റ് കുറവ്, ലെസ് ദാൻ 2.5 kilograms ആണ് ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മാസം തികയാതെ ജനിക്കുന്ന കുട്ടികൾ, പ്രീടേം. ഇപ്പൊ പ്രീടേം എന്ന് പറയുമ്പോൾ പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പേരൻസ് പറയും ഒരാഴ്ച മുന്നായിരുന്നു പ്രീടേം ആണ്, അല്ലെങ്കിൽ 2 ആഴ്ച മുന്നായിരുന്നു പ്രീടേം ആണ്. അതൊന്നും പ്രിമച്യൂരിറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കില്ല. ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞ ഡ്യൂറേഷൻ 40 weeks ആണ്. നമ്മൾ 10 മാസം എന്ന് പറയുമല്ലോ. അപ്പൊ 10 മാസം എന്ന് പറയുമ്പോൾ 40 weeks ആണ്. 40 weeksൽ 37 weeks and below, അതിന് മുന്നേ നേരത്തെ ജനിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രീടേം ആണ്, പ്രീടേം ബർത്ത് ആണ്. അതുപോലെ മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ്, ട്വിൻസ്, ട്രിപ്ലറ്റ്സ് ഒക്കെ ഉള്ള പ്രഗ്നൻസിയിൽ ഹയർ റിസ്ക് ഉണ്ട്. ഇതെല്ലാം റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇതിങ്ങനെ ആയതുകൊണ്ട് കുട്ടിക്ക് സെർബൽ പാൽസി എന്തായാലും വരും എന്നല്ല, ജസ്റ്റ് ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ IVF ട്രീറ്റ്മെന്റ്സ്, ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ അസിസ്റ്റീവ് റീപ്രൊഡക്ഷൻ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് കൺസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 1.6 തവണ കൂടുതൽ ചാൻസ് ഉണ്ട് സെർബൽ പാൽസി വരാൻ. പിന്നെയുള്ളത് കുറച്ചും കൂടെ കോമൺ ആയിട്ട് കാണുന്നത് അമ്മയിലുള്ള അസുഖങ്ങൾ, പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ, ഗർഭിണി ആയിരിക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ. ഹൈ ബ്ലഡ് പ്രഷർ, അത് കൺട്രോൾഡ് അല്ലാതെ വരുമ്പോൾ രക്തയോട്ടം കുറയും കുട്ടിയുടെ തലച്ചോറിലോട്ട്. പിന്നെ അതുപോലെ ഡയബറ്റിസ്, അൺകൺട്രോൾഡ് ഡയബറ്റിസ്, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഡയബറ്റിസ്, ഇൻഫെക്ഷൻസ്, യൂറിനറി ഇൻഫെക്ഷൻ, തൈറോയിഡിന്റെ എതിരെ ആന്റി തൈറോയിഡ് ഡ്രഗ്സ്, അതുപോലെ അപസ്മാരത്തിനുള്ള മരുന്നുകൾ, രക്തക്കുറവ്, എനീമിയ, പിന്നെ വെയിറ്റ് ഗെയിൻ ഇല്ല, വെയിറ്റ് അധികം ഇല്ലാതെ പോവർട്ടി ഉള്ള, ശരിക്കും അങ്ങനത്തെ ലോ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ആളുകളിൽ അങ്ങനെയും കാണാറുണ്ട്. പിന്നെ കെർണിക്ട്രസ് എന്ന് പറഞ്ഞാൽ മഞ്ഞ എന്ന് നിങ്ങൾ പറയും. ജോണ്ടിസിനകത്ത് ഒരു രാസവസ്തു, ഒരു ബിലിറുബിൻ എന്ന് പറഞ്ഞ രാസവസ്തുവിന്റെ അളവ് കൂടിയിട്ട് ബ്രെയിനിനകത്തോട്ട് പോയിട്ട് ഡാമേജ് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് കെർണിക്ട്രസ്. അതും സെർബൽ പാൽസി ഉണ്ടാക്കാം. കൂടുതലും ഡിസ്കൈനറ്റിക് CP ആണ് അത് ഉണ്ടാക്കുന്നത്. പിന്നെ കോംപ്ലിക്കേഷൻസ് ഡ്യൂറിങ് ഓർ ആഫ്റ്റർ ബർത്ത്, ജനിക്കുന്ന ആ ഡെലിവറി ടൈമിൽ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ബർത്ത് ഷുഗർ കുറയാം, ബ്ലഡ് ഗ്ലൂക്കോസ്, കുഞ്ഞില് ബ്ലഡ് ഗ്ലൂക്കോസ് കുറയാം, അല്ലെങ്കിൽ ഓക്സിജൻ കിട്ടാതെ ഉടനെ കരഞ്ഞിട്ടുണ്ടാവില്ല കുട്ടി, ഓക്സിജൻ കൊടുത്ത് വെന്റിലേറ്ററിൽ ഇടേണ്ട ഒരു അവസ്ഥ. വെന്റിലേറ്റർ ഇട്ടെന്ന് വെച്ചിട്ട് CP ഹൈ റിസ്ക് അല്ല, ഒരു 7 days and more വെന്റിലേറ്ററിൽ കുട്ടി കിടന്നിട്ടുണ്ടെങ്കിൽ ചെറിയൊരു റിസ്ക് കൂടുതലാണ്. അതേപോലെ ഒരുപാട് ലിസ്റ്റ് ഉണ്ട് ഇങ്ങനെ റിസ്ക് കൂടുന്ന അവസ്ഥ. ചില സമയത്ത് സെർബൽ പാൽസി ഉണ്ടാകുന്നത് കുഞ്ഞ് ജനിച്ച് നോർമൽ പ്രഗ്നൻസി, നോർമൽ ആയിട്ട് ജനിച്ച് ഒരു 28 ദിവസം അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് സംതിങ് ഹാപ്പൻസ്, ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് എന്ന് പറയും, അല്ലെങ്കിൽ ഒരു ഹെഡ് ഇഞ്ചുറി, അതും സെർബൽ പാൽസി എന്ന അവസ്ഥ ഉണ്ടാക്കാം. ചില സന്ദർഭങ്ങളിൽ നമുക്ക് കാരണേ അറിയില്ല. ഒരു 10% കുട്ടികളിൽ നമുക്ക് ഒരു കാരണവും കാണില്ല. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ന്യൂറോ ഇമേജിംഗ്.
നമ്മുടെ ബ്രെയിനിൽ ഇമേജിങ് സ്കാൻസ് എപ്പോൾ ചെയ്യണം, എന്തിനു ചെയ്യണം? ഇപ്പൊ ആദ്യം നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരു ടേം ആയിരിക്കണം ന്യൂറോസോണോഗ്രാം, അതായത് അൾട്രാസൗണ്ട് ഓഫ് ദ ബ്രെയിൻ. അത് കൂടുതലും കുഞ്ഞിന്റെ തലയോട്ടില് മുകളിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാവുള്ളൂ, ഒരു സോഫ്റ്റ് ആയിട്ടുള്ള സ്പോട്ട്. അതിനകത്തിൽ കൂടെ അത് ഓപ്പൺ ആയിരിക്കുന്ന കാലം വരെ നമുക്ക് അൾട്രാസൗണ്ട് ചെയ്തിട്ട് ബ്രെയിൻ തലച്ചോറിനകത്തുള്ള സ്ട്രക്ചേഴ്സ് എല്ലാം ക്ലിയർ കാണാവുന്നതാണ്. അത് ഏർലി ആയിട്ട് ചെയ്തത് കൂടുതലും ടേം, അതായത് ഒരു 40 വീക്സ് ആയി കുഞ്ഞിന്, അല്ലെങ്കിൽ NICU അഡ്മിറ്റ് ആയതിനു ശേഷം ഡിസ്ചാർജ് ആവുന്ന സമയത്ത് ആ സോണോഗ്രാം, ന്യൂറോസോണോഗ്രാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു റിലയബിൾ ഇൻഡിക്കേറ്റർ ആണ്. എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അപ്പൊ അറിയാൻ പറ്റും. അപ്പൊ നേരത്തെ നമുക്ക് ഇടപെടാൻ പറ്റും. അഥവാ അത് ന്യൂറോസോണോഗ്രാം നോക്കിയിട്ട് അതിനകത്ത് ക്ലിയർ ആയില്ല, അല്ലെങ്കിൽ കുഞ്ഞിനെ എക്സാമിൻ ചെയ്തിട്ട് ഡൗട്ട് തോന്നുന്നു, ഹിസ്റ്ററിയും എല്ലാം ഒരു ഡൗട്ട്ഫുൾ ആണെങ്കിൽ MRI ചെയ്യും. ഈ MRI യൂഷ്വലി നമുക്ക് യൂസ്ഫുൾ ആവുന്നത് ഒരു 2 to 3 വീക്സ് കഴിഞ്ഞിട്ട് ശേഷമാണ് യൂസ്ഫുൾ ആവുന്നത്. അപ്പൊ കുറച്ചും കൂടെ വൈറ്റ് മാറ്ററും ബാക്കിയുള്ള സ്ട്രക്ചേഴ്സും മൈലിനേഷൻ, ആ ഞരമ്പിന്റെ പുറത്തുള്ള കവറിങ്ങിനെയാണ് മൈലിൻ എന്ന് പറയുന്നത്. അതെല്ലാം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാം MRI-യിൽ. PVL, പെരിവെൻട്രിക്കുലർ ലൂക്കോമലേഷ്യ എന്ന് നിങ്ങൾ കേട്ട് കാണും. PVL എന്നാണ് അതിന് ഷോർട്ട് ആയിട്ട് പറയുന്നത്. അത് സ്ട്രോങ്ലി അസോസിയേറ്റഡ് വിത്ത് സെറിബ്രൽ പാൽസി. ഒരു 90% കുട്ടികളിൽ അബ്നോർമൽ ആയിട്ട് MRI-യിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റി കണ്ടുവരുന്നുണ്ട്. ചില സന്ദർഭത്തിൽ MRI ഒരു 2 വയസ്സ് വരെ അത്ര ക്ലിയർ ആയിട്ട് കാണില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തലച്ചോറ് മെച്ചോർ ആവുന്ന ഒരു സമയമുണ്ട്, ഈ മൈലിനേഷൻ എല്ലാം ഉണ്ടാകുന്ന ഒരു സമയമുണ്ട്. അത് ആയിക്കഴിഞ്ഞ് MRI ചെയ്യുമ്പോഴേ ക്ലിയർ ആവുള്ളൂ. അത് ചില സമയത്ത് ന്യൂറോളജിസ്റ്റ് 2 വയസ്സ് വരെ വെയിറ്റ് ചെയ്യും ഒന്നും കൂടെ ചെയ്യാൻ വേണ്ടി. ഈ MRI പിന്നെയും റിപ്പീറ്റ് ചെയ്യണോ? ഞാൻ ചില സമയത്ത് കണ്ടിട്ടുണ്ട് 1, 2, 3, 4 MRIs ഒക്കെ കൊണ്ടുവരും. നേരത്തെ MRIs എല്ലാം നോർമൽ ആയിരുന്നു. നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ, കുഞ്ഞിന് എന്തെങ്കിലും ഒരു സെറിബ്രൽ പാൽസി പോലത്തെ ഒരു അവസ്ഥയുണ്ട്, MRI ചെയ്തു, ക്ലിയർ ആവുന്നില്ല, അപ്പൊ 2 ഇയേഴ്സിൽ വെയിറ്റ് ചെയ്ത് ചെയ്യാം. പക്ഷെ പിന്നെ വേറെ എന്തൊക്കെ കാരണങ്ങളിൽ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം MRI? കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് പ്രോഗ്രസ് നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ പ്രോഗ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് വേഴ്സ് ആവുന്നു. പിന്നെ നമ്മൾ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ എന്തെങ്കിലും ജനകിതമായി എന്തെങ്കിലും ആണോ എന്ന് ഒരു സംശയം തോന്നും. അല്ലെങ്കിൽ ഫാമിലിയിൽ, കുടുംബത്തിൽ, അച്ഛൻ്റെയോ അമ്മയുടെയോ കുടുംബത്തിൽ സം കൈൻഡ് ഓഫ് ന്യൂറോളജിക്കൽ, പ്രോഗ്രസീവ് ആയിട്ട് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉള്ള ഒരു ഹിസ്റ്ററി നമുക്ക് കിട്ടി. അറ്റാക്സിയ, ടെലഞ്ചെന്റേസിയ, പിന്നെ ഹണ്ടിങ്ടൺസ് കൊറിയ, അങ്ങനത്തെ പല പ്രോഗ്രസീവ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം MRI. പിന്നെ ആദ്യം ചെയ്ത MRI-യിൽ ഒരു സിസ്റ്റ്, അതായത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഫ്ലൂയിഡ്, സിസ്റ്റ് കണ്ടുപിടിച്ചു. അത് റിസ്ക് ഫോർ വെള്ളക്കെട്ട്, ഹൈഡ്രോസെഫലസ്, തല ഇങ്ങനെ വലുതായി വരുന്ന ഒരു അവസ്ഥ, വെള്ളക്കെട്ട് കാരണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും MRI ചെയ്യാം. ഇതല്ലാതെ വേറൊരു അവസ്ഥയിൽ പിന്നെയും MRI ചെയ്തുകൊണ്ട് ഒരു ഗുണമില്ല. ഓർക്കണം, MRI ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഒരു തലച്ചോറിന് വന്ന ചതവ് എപ്പോഴാണ് സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഗർഭപാത്രത്തിൽ ഇരുന്നിട്ടാണോ സംഭവിച്ചത്, അതിനുശേഷമാണോ സംഭവിച്ചതെന്ന് വ്യക്തമായിട്ട് എപ്പോഴും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആൻഡ് ഇറ്റ്സ് നോട്ട് ഓൾവേസ് പോസിബിൾ. നമുക്ക് കോസ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഒരു 10% കുട്ടികളിൽ, ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നു, 10% കുട്ടികളിൽ MRI നോർമൽ ആയിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളിൽ ഒരു റിസ്ക് ഫാക്ടേഴ്സും ഇല്ല, പ്രഗ്നൻസി, ഡെലിവറി എല്ലാം നോർമൽ, MRI നോർമൽ, വേറെ ഒന്നുമില്ല. പക്ഷെ എന്തെങ്കിലും സസ്പിഷൻ, കുഞ്ഞിനെ നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുകയാണെങ്കിൽ ജനകിതമായുള്ള ടെസ്റ്റുകളും, മെറ്റബോളിക് ഡിസോർഡേഴ്സ് എന്ന് പറയും, അങ്ങനത്തെ ടെസ്റ്റുകളും ചെയ്യേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥേനാണ് പറയുന്നത് CP മിമിക്സ്. നമ്മൾ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ സെറിബ്രൽ പാൽസി ആണെന്ന് തോന്നും, പക്ഷെ സെറിബ്രൽ പാൽസി അല്ല. അതാണ് CP മിമിക്സ് എന്ന് പറയുന്നത്, CP-നെ മിമിക് ചെയ്യുന്ന കണ്ടീഷൻസ്. അതൊക്കെ ഏതാണ്, എങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ സസ്പെക്ട് ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ ഒരു റിസ്ക് ഫാക്ടേഴ്സും ഇല്ല, ഇങ്ങനെ സാധ്യത കൂട്ടുന്ന
ഈ CP ഉണ്ടാക്കാൻ സാധ്യത കൂട്ടുന്ന കാര്യങ്ങൾ ഇല്ല ഹിസ്റ്ററിയിൽ. അതുപോലെ ഫാമിലി ഹിസ്റ്ററി ഓഫ് സം ന്യൂറോളജിക്കൽ പ്രോബ്ലം. പിന്നെ നേരത്തെ കുട്ടി സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ നടന്നിരുന്നു, പിന്നെ നടക്കാതെയായി അല്ലെങ്കിൽ വീക്കായി, അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നമുക്ക് ഇത് CP തന്നെയാണോ എന്ന് സംശയിക്കാം. പിന്നെ കുറെ നാള് അല്ലെങ്കിൽ കുറെ മാസങ്ങൾ നമ്മൾ തെറപ്പി ചെയ്തിട്ടും കുഞ്ഞ് ഇംപ്രൂവ് ആവുന്നില്ല, ഒരു വ്യത്യാസം കാണുന്നില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് സംശയിക്കാം ഇത് സെറിബ്രൽ പാൽസി തന്നെയാണോ എന്ന്. അൺഎക്സ്പെക്റ്റഡ് ന്യൂറോളജിക്കൽ സൈൻസ് ഡോക്ടേഴ്സ് നോക്കുമ്പോൾ നമ്മൾ സെറിബ്രൽ പാൽസിയിൽ പ്രതീക്ഷിക്കാത്ത കുറെ സൈൻസ് കണ്ടെങ്കിൽ നമുക്ക് സംശയിക്കാം. പിന്നെ MRI ഫൈൻഡിങ്സ്, ചില MRIസിൽ ചില കണ്ടീഷൻസ് ആയിട്ടുള്ള കണ്ടീഷൻസ്, മെറ്റബോളിക് ഡിസോർഡേഴ്സ് എല്ലാം അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സയൻസ് കാണാം. ഇപ്പം സെറിബ്രൽ പാൽസിനെ എങ്ങനെ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാം? ഞങ്ങൾക്കല്ല, അച്ഛനമ്മമാർക്ക്, മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ കെയർ ഗിവേഴ്സിനെ എങ്ങനെ നേരത്തെ തിരിച്ചറിയാം? കൂടുതലും സെറിബ്രൽ പാൽസി എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുന്നത് മസിൽ, ഒരു വലിയ മസിൽസ് ഗ്രൂപ്പിന്റെ പ്രോബ്ലം ആണ്. കൈ, കാല്, ചലനം, ഇരിക്കുന്നതും നടക്കുന്നതും ആ ഒരു മൈൽ സ്റ്റോൺസ് ആണ് ഡിലേ വരുന്നത്. അപ്പൊ അങ്ങനത്തെ വല്ല ഡിലേ ഉണ്ടെങ്കിൽ നമുക്ക് സംശയിക്കാം. പിന്നെ മസിലിന്റെ ടോൺ, അതായത് ബല കുറവ് അല്ലെങ്കിൽ കൂടുതൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സംശയിക്കാം. ഹാൻഡ് പ്രിഫറൻസ്, 1.5 വയസ്സിന് മുന്നേ കുഞ്ഞിന് ഇടത്തെ കൈ അല്ലെങ്കിൽ വലത്തെ കൈ കൂടുതൽ ഉപയോഗിക്കുന്നു. നമുക്ക് ഈ ഹാൻഡ് പ്രിഫറൻസ്, നമ്മൾ ലെഫ്റ്റ് ഹാൻഡഡ്നെസ് റൈറ്റ് ഹാൻഡഡ്നെസ് എന്ന് പറയുന്നത് 1.5 വയസ്സിന് ശേഷമേ നമുക്ക് സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അതിന് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കണം, അത് മറ്റേ സൈഡിന്റെ വീക്ക്നെസ് കാരണമായിരിക്കും ഈ കുഞ്ഞിന് ഒരു സൈഡ് മാത്രം കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഏസിമെട്രിക് ക്രോളിംഗ്, എഴഞ്ഞു പോകുമ്പോൾ ഒരു സൈഡ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് എഴയുന്നത്. പിന്നെ നമ്മള് ഇങ്ങനെ ചെസ്റ്റിൽ ഇങ്ങനെ പിടിച്ച് കുഞ്ഞിനെ എടുക്കുമ്പോൾ ആർച്ച് ചെയ്യുക, ബാക്കിലോട്ട് ആർച്ചിങ്. പിന്നെ അങ്ങനെ തന്നെ പിടിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു കോമൺ സൈൻ എന്ന് പറഞ്ഞാൽ സിസറിങ് ആണ്. കാലിങ്ങനെ ക്രോസ് ആയിട്ട് സിസേഴ്സ് പോലെ ഇരിക്കും. സ്റ്റിഫ്നെസ് കാരണമാണ്, സ്പാസ്റ്റിസിറ്റി കാരണമാണ്. പിന്നെ കോർട്ടിക്കൽ ഫിസ്റ്റിംഗ്, ഇപ്പൊ ഇതിനകത്തുള്ള പിക്ചറിൽ കുഞ്ഞ് ഈ വിരല് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് പിടിച്ചിരിക്കുന്നത്. അതൊരു 3 months 4 months വരെ നോർമൽ ആണ്, അതിനപ്പുറം ഇറ്റ്സ് നോട്ട് നോർമൽ. ഇതൊരു എക്സോസ്റ്റീവ് ലിസ്റ്റ് അല്ല, വേറെ പല സയൻസും ഉണ്ട്. പക്ഷെ ഇതാണ് സിംപ്ലസ്റ്റ് നിങ്ങൾക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഒരു സയൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു കുഞ്ഞിന് ഹൈ റിസ്ക് ഉണ്ട്, NICUയിൽ കിടന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ വീട്ടിലും ഈ ഡെവലപ്മെന്റ് മൈൽ സ്റ്റോൺസ് ഫോളോ ചെയ്യാൻ മാത്രമല്ല, ഒരു സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയിട്ട്, ഡെവലപ്മെന്റ് തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ ഫിസിയോതെറപ്പിസ്റ്റ്, പീഡിയട്രിഷ്യൻ, നിങ്ങൾ പീഡിയട്രിഷ്യനായിരിക്കും ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ഉള്ളത്. പീഡിയട്രിഷ്യനായിട്ട് പോയിട്ട് ഡെവലപ്മെന്റും ഗ്രോത്തും ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. എന്നിട്ട് നേരത്തെ ഇന്റർവീൻ ചെയ്യാം, നേരത്തെ ഇടപെടുക. ഈ ഒരു ചാർട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ നേരത്തെ ഇടപെടണം എന്തുകൊണ്ട് പറയുന്നു? അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ബ്രെയിൻസ് എബിലിറ്റി ടു ചേഞ്ച്. പുറത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന അനുഭവങ്ങളെല്ലാം അനുഭവിക്കുന്നതനുസരിച്ച് കുഞ്ഞിന്റെ തലച്ചോറിൽ വരുന്ന ചേഞ്ചസ് ആണ്, ആ എബിലിറ്റി ടു ചേഞ്ച് ആണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഓക്കെ, കോറി വരച്ച എങ്ങനെയോ വന്നതുകൊണ്ട് ക്ലിയർ ആവുമെന്ന് അറിയില്ല, പക്ഷെ അതെനിക്ക് മാറ്റാനും പറ്റുന്നില്ല. എനിവേ, ആ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഈ നീല ലൈനാണ്. ഏറ്റവും ഹയസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് 2 to 3 years ആണ്. ഇതൊരു 2.5 years ആണ്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറഞ്ഞു വരും. ഇവിടെ ഈ യെല്ലോ ലൈൻ കാണിക്കുന്ന വെച്ചാൽ നമ്മൾ എത്രമാത്രം പ്രയത്നിക്കണം ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ എന്നാണ്. അതിങ്ങനെ കൂടി വരും. അപ്പൊ എത്രയും നേരത്തെ ഇടപെടുന്നു, എത്രയും നേരത്തെ കണ്ടുപിടിക്കുന്നു, അത്രയും നമുക്ക് ചേഞ്ച് വരുത്താൻ പറ്റും കുഞ്ഞിന്റെ ബ്രെയിനിൽ. ഓക്കെ, ഇതാണ് ജസ്റ്റ് പിക്ചർ ടു ഷോ ന്യൂറൽ കണക്ഷൻസ്. ഇത്രയും നമുക്ക് മില്യൺസ്, കോടിക്കണക്കിന് ന്യൂറോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ടാണ് കുഞ്ഞിന്റെ ബ്രെയിൻ വളരുന്നത്. അടുത്തൊരു ഇത് ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ തെറപ്പി മൂലം, സ്റ്റിമുലേഷൻ മൂലം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ മോഡിഫിക്കേഷൻസ് ബ്രെയിനിൽ നമ്മൾ ഉണ്ടാക്കുവാണ്. റിയൽ ടൈം
ഒബ്സർവബിൾ മോഡിഫിക്കേഷൻസ് നമ്മൾ ഉണ്ടാക്കുകയാണ്. അത് യൂസ് ചെയ്യാത്ത ന്യൂറോൺസ്, ആ യൂസ് ചെയ്യാത്ത നമ്മൾ ഉപയോഗിക്കാത്ത പേശികൾ അത് ഡിസ്ട്രോയ് ആയി പോകും തന്നെ. അതിനു മുന്നേ തന്നെ നമ്മൾ ഇടപെട്ടിട്ട് ന്യൂറോണൽ കണക്ഷൻസ് ഉണ്ടാക്കാൻ സഹായിക്കേണ്ടതാണ്. ഇത് സിമിലർ തിങ് ഇതിൽ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സെൻസറി പാത്വേസ് ആണ്, കാഴ്ച, കേൾവി, ആ പാത്വേസ് ആണ് ഏറ്റവും കൂടുതൽ ന്യൂറോണൽ കണക്ഷൻസ്, സിനാപ്സസ് എന്ന് പറയും, അത് ഉണ്ടാകുന്നത്. പിന്നെ ലാംഗ്വേജ്, അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് കോഗ്നിറ്റീവ് ഫങ്ഷൻ ആണ്. ഓക്കെ, നമ്മള് പ്രൊഫഷണൽസ് കുട്ടികളെ എക്സാമിൻ ചെയ്യുമ്പോൾ കുറെ സൈൻസ് നോക്കും, സെർബൽ പാൽസിയുടെ റിസ്ക് ഉണ്ടോ ഇല്ലേന്ന്. ഇതിലത്തെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നത് ഒന്ന് W സിറ്റിംഗ് ആണ്. ഇത് W ഷേപ്പിൽ ഇരിക്കുന്നത്. പിന്നെ ടോ വാക്കിംഗ്, ഈ ഉപ്പറ്റി താഴെ തൊടാതെ നടക്കുന്നത്. ഇതെല്ലാം നോർമലിയും ചില കുട്ടികളിൽ കാണാം. പക്ഷെ ഇത് സ്പാസ്റ്റിസിറ്റി കാരണം, ആ ബലം കൂടുതൽ കാരണം കുട്ടി നടക്കുന്നതാണെങ്കിൽ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ ഹിപ്പ് ഫ്ലെക്ഷൻ, നീ ഫ്ലെക്ഷൻ, ഇതെല്ലാം ഇങ്ങനെ ഒരു ക്രൗച്ച്ഡ് ആയിട്ട് നടക്കുന്ന കുട്ടികളിൽ നമുക്ക് സസ്പെക്ട് ചെയ്യാം. ആക്ച്വലി അത് അങ്ങനെ ആകുന്നതിന് മുന്നേ നമ്മൾ കണ്ടുപിടിക്കുമെന്ന് നമ്മൾ സ്ട്രൈവ് ചെയ്യണം. സെർബൽ പാൽസി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഈ സയൻസ് അല്ലാതെ ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട്. അതിലത്തെ ഒരെണ്ണമാണ് ഹാമർസ്മിത്ത്. ഹാമർസ്മിത്ത് എന്ന് പറയുന്നത് ഒരു ലിസ്റ്റ് ഓഫ് ഒരു ന്യൂനേറ്റൽ എക്സാമിനേഷൻ, കുഞ്ഞിന്റെ എക്സാമിനേഷൻ ചെയ്തിട്ട് മോട്ടോർ ആൻഡ് ജനറൽ മൂവ്മെന്റ്സ് എല്ലാം നോക്കിയിട്ട് ഒരു സ്കോറിംഗ് ആണ്. ഇത് നമുക്ക് ബർത്ത് ടു ഒരു 2 months to 24 months, ഒരു 2 വയസ്സ് വരെ യൂസ് ചെയ്യാവുന്നതാണ്. ഒരു 90% സെൻസിറ്റിവിറ്റി ഉണ്ട് ഹാമർസ്മിത്തിന്. എങ്കിലും മോസ്റ്റ് എക്സ്പെർട്സും നമ്മൾ ഒരു കുഞ്ഞ് ഒരു 2 years ആവുന്നവരെ സെർബൽ പാൽസി ക്ലിയർ ആയിട്ടും ഉറപ്പായിട്ടും ഡയഗ്നോസ് ചെയ്യാൻ വെയിറ്റ് ചെയ്യും. ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒരു 50% കുട്ടികളിൽ സെർബൽ പാൽസി ഉണ്ടോ ഇല്ലേ എന്ന് നമ്മൾ സംശയിച്ച കുട്ടികളിൽ പിന്നീട് സെർബൽ പാൽസി ഇല്ല എന്നും വരാം. ഹൗ ഡു വി മോണിറ്റർ? ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ബേബീസിനെ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്തൊക്കെയാണ് നോക്കേണ്ടത്? ഗ്രോത്ത് ചാർട്ട് ഫെമിലിയർ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഫെമിലിയർ ആക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏറ്റവും താഴെ കാണുന്നത് വെയിറ്റ് ആണ്. വെയിറ്റിന്റെ കർവ്സ് ആണ്. പല കുട്ടികളും പല തോതിലാണ് വളരുന്നത്. അതായത് അടുത്തത് ഹെഡ് സർക്കംഫറൻസ് ആണ്, തലയുടെ വട്ടയളവ്. പിന്നെ ഹൈറ്റ് ആണ്. ഇത് പല കുട്ടികളും പല തോതിൽ വളരും. ഇത് ഏജ് ആണ് എക്സ് ആക്സിസിൽ. വൈ ആക്സിസിൽ ഇതിന്റെ മെഷർമെന്റ് ആണ്. അത് ഓവർ എ പീരിയഡ് ഓഫ് ടൈം എങ്ങനെയാണ് കുഞ്ഞ് വളരുന്നതെന്നാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു റഫ് എസ്റ്റിമേറ്റ് പറയുകയാണെങ്കിൽ ബർത്ത് വെയിറ്റ്, ഒരു കുട്ടിയുടെ ബർത്ത് വെയിറ്റിന്റെ ഡബിൾ ആയിരിക്കണം 5 മാസം ആകുമ്പോൾ, ട്രിപ്പിൾ ആയിരിക്കണം 1 വയസ്സ്, പിന്നെ 4 times ആയിരിക്കണം 2 years. അതൊരു റഫ് എസ്റ്റിമേറ്റ് ആണ്. അതുപോലെ ഒരു പോയിന്റ്, അറ്റ് 1 point of time ഒരു വെയിറ്റ് അല്ല ഇമ്പോർട്ടൻറ്റ്. ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആ കുഞ്ഞ് എങ്ങനെ വളർന്നു, ഗ്രോത്ത് വെലോസിറ്റിയാണ് നമ്മൾ നോക്കേണ്ടത്. അതെല്ലാ വെയിറ്റും ഹൈറ്റും ഹെഡ് സർക്കംഫറൻസും അത് സെയിം ആണ്. ഇതിൽ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് 1 year ആദ്യത്തെ വർഷം കുഞ്ഞിന്റെ ബ്രെയിൻ വളരുന്നത്, ആ തലയുടെ വട്ടളവ് 12 centimeters ആണ് വളരുന്നത്. ദാറ്റ്സ് എ ഹ്യൂജ് ഗ്രോത്ത്. അത്രയധികം കുഞ്ഞിന് ബ്രെയിൻ ഡെവലപ്മെന്റ് ആ ഫസ്റ്റ് 1 year ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇറ്റ് ഇസ് എ വെരി ക്രിട്ടിക്കൽ വിൻഡോ പീരിയഡ് വേർ വി ഹാവ് ടു ഡു സംതിങ് ഏർലി. റിമെമ്പർ ടു യൂസ് കറക്റ്റഡ് ഏജ്. ഇപ്പൊ കുട്ടി പ്രിമച്വർ ആയിട്ട് മാസം തികയാതെയാണ് ജനിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഏജ് ആയിരിക്കണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അതൊരു കുട്ടി 2 വയസ്സാവുന്ന വരെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 40 weeks ആണെന്ന് പറഞ്ഞു പ്രഗ്നൻസി, കുട്ടി ജനിച്ചത് 28 weeks, അതായത് ഒരു 12 ആഴ്ച നേരത്തെയാണ് കുട്ടി ജനിച്ചത്. അപ്പൊ ഇപ്പൊ കുട്ടിക്ക് ജനിച്ചതിന് ശേഷം 6 മാസം ആണെങ്കിൽ കറക്റ്റഡ് ഏജ് എന്ന് പറയുന്നത് -12 weeks ആണ്. അപ്പൊ 3 months ആണ്. അപ്പൊ 3 monthsന്റെ ഡെവലപ്മെന്റ്, 3 monthsന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യാവും. മനസ്സിലായോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവസാനം ചോദിക്കാം. ഞാനിപ്പോ പറഞ്ഞേ പോകുന്നു, എല്ലാവരും മ്യൂട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഇന്ററാക്ട് ചെയ്യാനും വയ്യ. എല്ലാവർക്കും മനസ്സിലാവുന്നു എന്ന് വിശ്വസിക്കുന്നു. ജനറലി പറഞ്ഞു കഴിഞ്ഞാല് ഒരു 1 വയസ്സാകുന്നവരെ നമുക്ക് ഗ്രോത്ത് ഡെവലപ്മെന്റ് എല്ലാം ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്യണം. അതിനായിട്ട് സ്റ്റാൻഡർഡൈസ്ഡ് അസസ്മെന്റ്സ്
തെറപ്പിസ്റ്റ് യൂസ് ചെയ്യും. ദാസി, ബെയ്ലി, ഡേസി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ടൂൾസ് ഉണ്ട്. പിന്നെ കുട്ടിയുടെ ഫങ്ഷണൽ ലെവൽ, കുട്ടി എത്രമാത്രം ഫങ്ഷനിങ് ആണ് എന്നുള്ള കുറെ സ്കെയിൽസ് ഉണ്ട്. GMFCS, പിന്നെ MACS ആൻഡ് മോഡിഫൈഡ് ടാഡു സ്കെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സ്കെയിൽസ് ഉണ്ട് പ്രൊഫഷണൽസ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ന്യൂട്രീഷൻ, ഫീഡിങ്, സ്വോളോയിങ്, ഇതിന്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ സംസാരിക്കുന്നുണ്ട്. ബവൽ മൂവ്മെന്റ്സ്, മലം പോകുന്ന കാര്യങ്ങൾ, സ്ലീപ്പ്, അതുപോലെ ഇമ്മ്യൂണൈസേഷൻസ്, വാക്സിനേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാക്സിനേഷൻസ് കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റഡ് ഏജ് അല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ നോക്കുന്നത് ക്രോണോളജിക്കൽ ഏജ് ആണ്, ജനിച്ച സമയത്ത് തൊട്ടുള്ള ഏജ് ആണ് നോക്കുന്നത്. വൈറ്റമിൻ സപ്ലിമെന്റേഷൻ കണ്ടിന്യൂ ചെയ്യണം. അതുപോലെ ഏർലി റെക്കഗ്നീഷൻ ഓഫ് സീഷേഴ്സ്, ഫിറ്റ്സ് ഉണ്ടോ ഇല്ലേ എന്ന് നേരത്തെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നേരത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ ഈ ഡെവലപ്മെന്റൽ ഡിലേ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും. സീഷേഴ്സ്, ഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ സിനിമയിലും ബാക്കിയുള്ളടത്തൊക്കെ കേൾക്കുന്ന പോലെ ഫുൾ ബോഡി ഷേക്ക് ചെയ്യാൻ മാത്രമല്ല, സട്ടിൽ ആയിട്ടുള്ള ചില ഐ മൂവ്മെന്റ്സ്, അല്ലെങ്കിൽ ജസ്റ്റ് ഹെഡ് ഡ്രോപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റിഫ്നെസ് ആയിരിക്കും. എന്തെങ്കിലും രീതിയിലുള്ള സംശയം, അബ്നോർമാലിറ്റി തോന്നിക്കഴിഞ്ഞാൽ പീഡിയാട്രിഷ്യന്റെ അടുത്ത് സംസാരിക്കും. അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ കുട്ടിയുടെ സോണോഗ്രാം, അൾട്രാസൗണ്ട്, MRIയുടെ റിപ്പോർട്ട്സ്, അതുപോലെ മെറ്റബോളിക് സ്ക്രീനിങ്, ജനിച്ച ഉടനെ കുറെ മെറ്റബോളിക് സ്ക്രീൻ എന്ന് പറയും, മെറ്റബോളിക് ഡിസോർഡേഴ്സിന്റെ സ്ക്രീനിങ്ങിന്റെ റിപ്പോർട്ട്, കേൾവിയുടെ ടെസ്റ്റ്, തൈറോയിഡ് ടെസ്റ്റ്, ഇതെല്ലാം എല്ലാ കുട്ടികൾക്കും ചെയ്യേണ്ടതാണ്. അതിന്റെയൊക്കെ റിപ്പോർട്ട് അറിഞ്ഞിരിക്കണം. വിഷൻ ടെസ്റ്റ്, ഇപ്പം മാസം തികയാത്ത കുട്ടികളാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്തിരിക്കണം. സെർബ്രോ കോർട്ടിക്കൽ വിഷ്വൽ ഇമ്പയർമെന്റ് അല്ലെങ്കിൽ സെർബ്രൽ വിഷ്വൽ ഇമ്പയർമെന്റ് എന്ന് പറയും. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആക്ച്വലി പിന്നീട് ഞാൻ സംസാരിക്കുന്നുണ്ട്. പിന്നെ ROP സ്ക്രീൻ, റെറ്റിനോപ്പത്തി ഓഫ് പ്രിമച്യൂരിറ്റി, ഈ പ്രിമച്യൂർ ആയിട്ടുള്ള കുട്ടികൾക്ക് സാധ്യത കൂടുതലാണ്. അതെല്ലാം ഫോളോ അപ്പ് ചെയ്യണം. വേറെ തന്നെ ചെയ്തിരിക്കണം. ഹിയറിങ്ങിന് OAE പോരാ പ്രിമച്യൂർ ബേബീസിന്. അതുപോലെ കാഴ്ചയുടെ കണ്ണിൽ പുറത്ത് കാണുന്ന പ്രോബ്ലംസ്, സ്ട്രബിസ്നെസ്, അതായത് കോങ്കണ്ണ്, ഇവിടെ ഈ പിക്ചറിൽ കാണാം, കണ്ണ് അലൈൻഡ് അല്ലാത്ത ഒരു അവസ്ഥ, റിഫ്രാക്ടറി എയർ. നേരത്തെ തെറപ്പിസ്റ്റിനെ കണ്ട് നേരത്തെ കുട്ടീനെ ഇന്റർവീൻ ചെയ്യണം. അതുപോലെ എല്ലാവിധ സപ്പോർട്ടും വീട്ടിൽ നിങ്ങൾ മാക്സിമം ഹെൽപ്പ് എല്ലാവരുടെ ചോദിക്കണം. അതിനൊരു മടിയും തോന്നേണ്ട കാര്യമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് പ്രൊഫഷണൽ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അതും അപ്രോച്ച് ചെയ്യണം. അപ്പം ഓവർ പീരീഡ് ഓഫ് 1 to 4 years, ഞാൻ നേരത്തെ പറഞ്ഞ കുറെ റെപ്പിറ്റേഷൻ ആണ്. ഡെവലപ്മെന്റും ഗ്രോത്തും ക്ലോസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. ഈ വിഷ്വൽ സർവേലൻസ്, കാഴ്ച എന്ന് പറയുന്ന കാര്യം നേരത്തെ ചെക്ക് ചെയ്തെങ്കിലും അത് എല്ലാ വർഷമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നോക്കിയിരിക്കണം. എന്നുവെച്ചാൽ സെർബ്രോ വിഷ്വൽ ഇമ്പയർമെന്റ്, അതായത് തലച്ചോറിൽ ഉള്ള ചതവ് കാരണം കുട്ടിക്ക് കാഴ്ച കുറവുണ്ടാകാം. കണ്ണിൽ മാത്രം കണ്ണ് നോക്കിയാൽ ക്ലിയർ ആയിരിക്കും, പക്ഷെ കണ്ണിലോട്ട് ആ കണ്ണിന്റെ ഇമേജസ് എല്ലാം പോകുന്ന ഒരു ഏരിയ ഉണ്ട്, വിഷ്വൽ കോർട്ടെക്സ് ഉണ്ട്. അവിടെ പോകുന്ന ആ പാത്വേയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതും കാഴ്ചനെ ബാധിക്കും. അതുകൊണ്ട് വിഷ്വൽ സർവേലൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ത്രൂ ഔട്ട് ദ ഫസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. പിന്നെ എല്ലാ തരം സ്പെഷ്യലിസ്റ്റിനെയും കണ്ടിരിക്കണം, തെറപ്പിസ്റ്റും ഫിസിയാട്രിസ്റ്റ്. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഒരു 1.5 വയസ്സാകുമ്പോൾ ഡെഫിനറ്റ്ലി ഡീറ്റെയിൽ ആയിട്ട് അസസ്മെന്റ് ചെയ്യണം. ഓട്ടിസത്തിന്റെ സ്ക്രീനിങ് ചെയ്തിരിക്കണം. IQ, DSMS, സോഷ്യൽ ഡെവലപ്മെന്റ് എല്ലാം നോക്കണം. ഒരു സ്കൂൾ ഏജ് ആകുമ്പോൾ സ്കൂൾ റെഡിനെസ് നോക്കണം. പേരൻസ് പിന്നെ അതുവരെ എല്ലാം നോർമൽ ആണെങ്കിൽ പോലും കുഞ്ഞ് ഒരു 3-4 വയസ്സ് വരെ ഒരു പ്രോബ്ലം ഇല്ലാതെ വളർന്നു എന്ന് വെക്കും, എങ്കിൽ പോലും സ്കൂൾ എത്തുമ്പോൾ ലേണിംഗ് പ്രോബ്ലംസ് ഉണ്ടോ, കുട്ടി മടി കാണിക്കുക എന്തെങ്കിലും പ്രോബ്ലം ആണോ, ലേണിംഗ് പ്രോബ്ലം ആണോ, എന്താണ് പഠന വൈകല്യം ആണോ എന്ന് നമ്മൾ സംശയിക്കണം. അപ്പോൾ അതായ സ്പെഷ്യലിസ്റ്റിനെ കണ്ടിട്ട് അസസ്മെന്റ് ചെയ്യണം. ഒരു 30 to 40% കുട്ടികൾക്ക് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ കോഷ്യസ് ആയിരിക്കണം. കോമോർബിഡിറ്റീസ് എന്ന് പറയുന്നത് ഈ സെർബ്രൽ പാൽസിയിൽ അസോസിയേറ്റഡ് പ്രോബ്ലംസ് ആണ്. നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ഹിപ്പ് ഡിസ്പ്ലേസിയ എന്ന് പറയുന്നത് ഈ ബല കൂടുതൽ കൊണ്ട്, മസിലിന്റെ ബല കൂടുതൽ കൊണ്ട് ഈ ബോണിന് അല്ലെങ്കിൽ ആ ഒരു ജോയിന്റിന്റെ അകത്തുള്ള സോക്കറ്റിന്റെ അകത്തുനിന്ന്
ഫോഴ്സ്ഫുള്ളി പുൾ ഔട്ട് ആകുന്ന ഒരു അവസ്ഥയാണ് ഹിപ്പ് ഡിസ്പ്ലേസിയ. അത് ചിലപ്പോൾ ചെറിയൊരു സബ്ലക്സേഷൻ ആയിരിക്കും, കംപ്ലീറ്റ്ലി ഡിസ്ലൊക്കേറ്റഡ് ആയിരിക്കില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസ്ലൊക്കേറ്റഡ് ആകുന്ന ഒരു അവസ്ഥയുമുണ്ട്. ഇതൊരു 35% കുട്ടികളിലും കാണാം. 2.5 വയസ്സ് ആയിട്ടും കുട്ടി നടന്നിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു എക്സ്റേ എടുത്തിട്ട് ഓർത്തോപെഡിഷനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിലും ഇത് ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ പിക്ചറിൽ ഞാൻ പറഞ്ഞത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, കണ്ടാൽ അറിയാം, സബ്ലക്സേഷൻ ആൻഡ് ഡിസ്ലൊക്കേഷൻ. പിന്നെ ലോ മിനറൽ ഡെൻസിറ്റി, അധികം നടക്കാൻ GMFCS ഫങ്ഷണൽ ലെവൽ 4 or 5, അതായത് അധികം ഈ എക്യുപ്മെന്റ് ഉപയോഗിച്ചിട്ടേ കുട്ടി നടക്കുന്നുള്ളൂ. അധികം ആംബുലേറ്ററി നടക്കാത്ത കുട്ടികളിൽ ഇത് കൂടുതൽ കാണാം. ആ വെയിറ്റ് ബെയറിംഗ് ആവശ്യമാണ് ബോണിലെ ഡെൻസിറ്റി കൂടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം, പിന്നെ അധികം ന്യൂട്രീഷണൽ ഇൻടേക്ക് ഇല്ലാത്ത കുട്ടികൾ, വെയിറ്റ് അധികം ഇല്ലാത്ത കുട്ടികളിൽ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെറിയൊരു തട്ട് അല്ലെങ്കിൽ ചെറുതായിട്ട് മുട്ടിയാൽ പോലും ഫ്രാക്ചർ ആവുന്ന കുട്ടികളിൽ നമ്മളിത് സംശയിക്കണം. പിന്നെ ചില സീജർ മെഡിക്കേഷൻസ്, ആന്റി എപ്പിലെപ്റ്റിക് ഡ്രഗ്സ് കഴിക്കുമ്പോൾ ലോ മിനറൽ ഡെൻസിറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. കാൽസ്യം, വൈറ്റമിൻ ഡി, ആൽക്കലൈൻ പ്രൊഫഷണൽസിന് ഡെഫിനറ്റ്ലി അറിയാം. അതുകൂടാതെ ഒരു ആക്റ്റീവ് മൂവ്മെന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യണം. വെയിറ്റ് ബെയറിംഗ് എക്സസൈസ് കൊടുക്കണം. ന്യൂട്രീഷണൽ സപ്പോർട്ട്, ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് ഒരു ന്യൂട്രീഷണൽ ഒരു പ്ലാൻ ഉണ്ടാക്കണം. പിന്നെ നമ്മൾ തീരെ നടക്കാത്ത കുട്ടിയാണ് ആണെങ്കിൽ മൂവ്മെന്റും പൊസിഷനിങ് എല്ലാം കെയർഫുൾ ആയിരിക്കണം. പിന്നെ കാണുന്ന പ്രോബ്ലംസ് സ്കോളിയോസിസ് ആണ്. സ്പൈനിന്റെ ഒരു കർവാണ് സ്കോളിയോസിസ് എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. നേരത്തെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സർജറി മൂലം അല്ലെങ്കിൽ വേറെ ബ്രേസസ് മൂലം നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. ഡെന്റൽ കേരീസ്, പല്ലിലുള്ള കേട് വളരെ കോമൺ ആണ്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. ഓറോമോട്ടർ മസിൽസിന്റെ വീക്ക്നെസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വായിലുള്ള മൗത്തിലുള്ള സെൻസറി പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനാമൽ പ്രോബ്ലം കൊണ്ടായിരിക്കാം. എന്തുവാണെങ്കിലും ആ പല്ല് അത്രയും കേടായി പ്രോബ്ലം ആയി വരുന്നവരെ, അങ്ങനെ ആ ഒരു അവസ്ഥ വരെ വെയിറ്റ് ചെയ്യരുത്, നേരത്തെ കണ്ടുപിടിക്കണം. ഡെന്റൽ ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ് സെർബ്രൽ പാൽസി ഉള്ള കുട്ടികളെ ബാധിക്കുന്നത്. ഏത് ലെവൽ, ഫങ്ഷണൽ ലെവൽ ആണെങ്കിലും ഏത് സബ് ടൈപ്പ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷനെ ബാധിക്കാം. കൂടുതലും അവരെ പറയുന്നത് ക്ലിയർ ആവില്ല, ഡിസാർത്തറിയ എന്ന് പറയും. ആർട്ടിക്കുലേഷൻ പ്രോബ്ലം ആണ് നമ്മൾ കൂടുതൽ കാണുന്നത്. ഒരു കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്ന് വെച്ചിട്ട്, സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല എന്നിട്ട് അത് ബുദ്ധിപരമായിട്ടൊരു ബന്ധമില്ല, ബുദ്ധിയും ഇതുമായിട്ട് ഒരു കണക്ഷൻ ഇല്ല. നമുക്ക് സ്പീച്ച് തെറപ്പി മൂലം പല ബ്രീത്തിങ് എക്സസൈസ് അല്ലെങ്കിൽ പൊസിഷനിങ് ഒക്കെ വെച്ചിട്ട് കുറേയൊക്കെ മാനേജ് ചെയ്യാവുന്നതാണ് നേരത്തെ. പിന്നെ ഓൾട്ടർനേറ്റീവ് ആൻഡ് ഓഗ്മെന്റേറ്റീവ് കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അതിന്റെ ഏറ്റവും ലോ ടെക് ഡിവൈസ് എന്ന് പറയുന്നതാണ് പെക്സ്. നിങ്ങൾ പരിചയം ഉണ്ടായിരിക്കും. പിക്ചർ എക്സ്ചേഞ്ച് സിസ്റ്റം, പിക്ചർ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിമ്പിൾസ് വഴി, സയൻസ് വഴി. പിന്നെ സ്പീച്ച് ജനറേറ്റിംഗ് ഡിവൈസസ് ഉണ്ട്. ഇതാണ് ഈ പിക്ചറിൽ കാണിക്കുന്നത്. അങ്ങനെ പല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എല്ലാം ഉപയോഗിച്ചിട്ട് പല പല ഇന്നോവേറ്റീവ് ഡിവൈസസ് അവൈലബിൾ ആണ് ഇപ്പോഴത്തെ കാലത്ത്. നമ്മളുടെ നാട്ടിലും അവൈലബിൾ ആണ്. പിന്നെ ഫീഡിങ് ഇഷ്യൂസ് വളരെ കോമൺ ആണ്. അത് എപ്പോഴാണ് നമ്മൾ ഇന്റർവീൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കുഞ്ഞ് വെയിറ്റ് കൂടുന്നുണ്ട്, കുഴപ്പമില്ല, എല്ലാ തരം ഭക്ഷണവും കഴിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുമ്പോൾ ചുമയ്ക്കുക, അല്ലെങ്കിൽ തരിപ്പിൽ പോവുക, ഗ്യാഗ് ചെയ്യുക, അല്ലെങ്കിൽ ചുമച്ച് കളർ ചേഞ്ച് ആവുക, ചോക്ക് ചെയ്തിട്ട്, ഇടയ്ക്കിടയ്ക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുക, കുറേ നേരം എടുക്കുക, ഭക്ഷണം കഴിക്കാൻ കുറേ സമയം എടുക്കുക, അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനിൽ നമ്മൾ ഒരു ഇവാലുവേഷൻ, സ്പീച്ച് തെറപ്പിസ്റ്റിന്റെയും ബാക്കിയുള്ള ടീമിന്റെയും ഒരു ഇവാലുവേഷൻ ചെയ്തിട്ട്, അതിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള സ്പീച്ച് തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ ടീമായിട്ട് അസസ്മെന്റ് ചെയ്തിട്ട്, എന്താന്ന് വെച്ചാൽ എക്സസൈസ് വെച്ചിട്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അസിസ്റ്റീവ് ടെക്നോളജി ഡിവൈസസ് വെച്ചിട്ടോ, പൊസിഷനിങ്ങോ അല്ലെങ്കിൽ ഫുഡിന്റെ ടെക്സ്ചറോ എല്ലാം വെച്ചിട്ട് നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ചെയ്തിട്ടും ശരിയായില്ല, പിന്നെയും പ്രോബ്ലംസ് ആണെങ്കിൽ വീഡിയോ ഫ്ലോറോസ്കോപ്പി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. ഇതൊരു എക്സ്റേ ആണ്, ഡൈ ഇട്ടിട്ട്
ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിലുള്ള പ്രോബ്ലംസ് കണ്ടുപിടിക്കാനുള്ള ഒരു ടെസ്റ്റാണ്. കോൺസ്റ്റിപ്പേഷൻ എന്താണ്? കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുമ്പോൾ ഒരു 2-3 ദിവസം കൂടുമ്പോൾ കുട്ടി പോകുന്നുള്ളൂ. അത് കോൺസ്റ്റിപ്പേഷൻ അല്ല. 2-3 ദിവസം കൂടുമ്പോൾ പോയാലും അത് സോഫ്റ്റ് ആയിട്ടാണ് മലം പോകുന്നതെങ്കിൽ അത് നോർമൽ ആണ്. പക്ഷെ അത് കട്ടിയായിട്ടാണ്, കല്ല് പോലെയാണ്, കുട്ടിക്ക് ഒരുപാട് വിമിഷ്ടമുണ്ട് അല്ലെങ്കിൽ ബ്ലഡ് വരുന്നു, അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് കോൺസ്റ്റിപ്പേഷൻ. പിന്നെ എൻകോപ്രസസ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ട്, വളരെ കോമൺ ആണ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ അണ്ടർ ഗാർമെന്റ്സിൽ, അണ്ടർവെയറിൽ ഇങ്ങനെ ചെറിയ ചെറിയ അംശം, സോയിലിംഗ്, ഈ മലത്തിന്റെ ചെറിയ ചെറിയ അംശം കാണുന്നു. അപ്പൊ നമ്മൾ വിചാരിക്കും ലൂസ് മോഷൻ ആണെന്ന്. ലൂസ് മോഷൻ അല്ല. ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷൻ ക്രോണിക് ആയിട്ട് കുറെ ദീർഘമായി ഇരിക്കുന്ന ഒരു കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനെ കട്ടിയായിട്ട് ഇരിക്കും. പിന്നെ നോർമൽ ആയിട്ടുള്ള ഒരു ഫൈബർ, നാരുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ നോർമൽ ആയിട്ട് ലിക്വിഡ് ഫോമിൽ അതിന്റെ പുറത്തിൽ കൂടെ അങ്ങ് വരും. ഈ കട്ടിയായിട്ട് ഇരിക്കുന്ന ഭാഗം വലുതായി അവിടുത്തെ നെർവ്സ് എല്ലാം അതിന്റെ സെൻസേഷൻ പോകുന്ന അവസ്ഥയിലാണ് കുട്ടിയെ അറിയുന്നില്ല ഇത് താഴോട്ട് വരുന്നു എന്ന്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടറെ കണ്ടിട്ട് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. മെഡിസിൻസ് വഴിയും ഡയറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഡയറ്റീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ട് പിന്നെ ബിഹേവിയർ മാനേജ്മെന്റ്, എക്സസൈസ് എല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള പ്രോബ്ലംസ് ഞാൻ വിഷ്വൽ ഇമ്പയർമെന്റ് ഓൾറെഡി പറഞ്ഞു. ഇതിലൊരു പിക്ചർ ഉണ്ട്, അത് നേരത്തെ ഞാൻ കാണിക്കേണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഒരു ഓബ്ജക്റ്റ് കാണുന്നു, അത് ഒരു പാത്വേ കൂടെ പോയിട്ട് ബ്രെയിനകത്ത് ബാക്കിൽ ഒരു ഏരിയ ഉണ്ട്, വിഷ്വൽ കോർട്ടെക്സ്. ആ ഒരു ഏരിയയിലുള്ള വരുന്ന പ്രോബ്ലംസ് ആണ് കോർട്ടിക്കൽ വിഷ്വൽ ഇമ്പയർമെന്റ് അല്ലെങ്കിൽ സെറിബ്രൽ വിഷ്വൽ ഇമ്പയർമെന്റ് ഉണ്ടാക്കുന്നത്. അതൊരു 1 in 5 ചിൽഡ്രൻ, ഒരു 20% കുട്ടികളിൽ കോമൺ ആണ് വിഷ്വൽ ഇമ്പയർമെന്റ്. കോർട്ടിക്കൽ വിഷ്വൽ ഇമ്പയർമെന്റ് പലപ്പോഴും നമ്മൾ മിസ്സായി പോവാറുണ്ട്. എന്നുവെച്ചാൽ കണ്ണ് നോക്കിയാൽ നോർമൽ ആണ്, സാധാരണ ഒരിടത്ത് പോയിട്ട് കണ്ണ് നോക്കിക്കഴിഞ്ഞാൽ കാഴ്ച നോർമൽ ആണെന്ന് പറഞ്ഞു എന്ന് പറയും. പക്ഷെ കുട്ടിക്ക് ശരിക്കും കാണുന്നത് എന്താന്ന് മനസ്സിലാവുന്നില്ല. കാണുന്നത് ശരിക്കും ഫുള്ളായിട്ട് കാണില്ല, അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന കാര്യങ്ങളെ കാണും. അങ്ങനത്തെ ഇങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല ഒരു സ്റ്റാറ്റസ് ആയിരിക്കും ഈ കോർട്ടിക്കൽ വിഷ്വൽ ഇമ്പയർമെന്റ്. അത് അറിഞ്ഞിരിക്കണം. പിന്നെ ഹിയറിംഗ് ഇമ്പയർമെന്റ്, കേൾവി കുറവ്, അതും കോമൺ ആണ്. അത് കൂടുതലും ഡിസ്കൈനറ്റിക് ഓർ എറ്റാക്സിക് CPL ആണ് കാണാറ്. ഇന്റലക്ച്വൽ ഡിസബിലിറ്റി എന്ന് പറയുന്നത് കോമൺ തന്നെയാണ്. അത് ഏത് ലെവലിലും വരാം, എങ്കിലും ഹയർ GMFCS ലെവൽ, അതായത് കുട്ടി ആംബുലറ്ററി നടക്കാത്ത വീൽ ചെയർ ബൗണ്ട് ആയിട്ടുള്ള കുട്ടികളാണ് കൂടുതൽ കാണാറ്. സീഷേഴ്സിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. ഇതിൽ ഒരുപാട് ഡൗട്ട്സ് വരുന്ന ഒരു അവസ്ഥയാണ്. ഫിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഏത് പ്രായത്തിലും, സെറിബ്രൽ പാൽസി ഉള്ള കുട്ടികൾക്ക് ഏത് പ്രായത്തിലും അത് വരാം, ചെറുതിലെ തന്നെ വരണമെന്നില്ല. EG എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ഈ പുറത്ത് കാണുന്ന ഒരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് ഈ ഒരു പ്രോബ്ലം ഇല്ലാത്ത കുട്ടിക്ക് EG ചെയ്ത് നോക്കാം സീഷേഴ്സ് ഉണ്ടോ ഇല്ലേ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അതുപോലെ EG ചെയ്യുന്ന വേറൊരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അതിന്റെ ടൈപ്പ്, എങ്ങനത്തെ സീഷർ ആണെന്നനുസരിച്ചിരിക്കും ന്യൂറോളജിസ്റ്റ് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സഹായിക്കും. പല ടൈപ്പ് ഓഫ് EEGs ഉണ്ട്. അപ്പം സ്റ്റാൻഡേർഡ് EEG ഒരു 20-30 മിനിറ്റ്സിൽ എടുക്കുന്ന EEGയിൽ ഒന്നും കണ്ടിട്ടില്ല, പക്ഷെ പുറത്ത് ക്ലിനിക്കലി നമുക്ക് സംശയമുണ്ട് എന്ന അവസ്ഥയാണെങ്കിൽ ഡെഫിനറ്റ്ലി വീഡിയോ EEG അല്ലെങ്കിൽ സ്ലീപ്പ് EEG ചെയ്യേണ്ടതാണ്. പിന്നെ ഒരു അവസ്ഥ കൂടുതലായിട്ട് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന പെയിൻ, ഡിസ്ട്രെസ്, ഡിസ്കംഫർട്ട്. കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കും, കുട്ടിക്ക് പറയാൻ വയ്യ എന്താണ് പ്രോബ്ലം എന്ന്, അമ്മയ്ക്കും പേരൻസിനും അറിയുന്നില്ല. അൺലെസ് ഒരു വിസിബിളി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് കണ്ടുപിടിക്കും. അപ്പൊ അതിൽ എന്ത് വേണമെങ്കിലും ആകാം. അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ഇവാലുവേഷൻ ചെയ്താൽ തന്നെ എന്താണ് പ്രോബ്ലം എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അത് മസിലിന്റെ സ്പാസ്റ്റിസിറ്റി, ആ ബലം കൂടുമ്പോൾ കുട്ടികൾക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാവും, അതായിരിക്കാം. ജോയിന്റിൽ പെയിൻ ഉണ്ടാകാം, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ആയിരിക്കാം, റീഫ്ലക്സ് ആയിരിക്കാം, അസിഡിറ്റി ഉണ്ടാകും, പിന്നെ ബാക്ക് പെയിൻ ആയിരിക്കാം, ഹെഡേക്ക് ആയിരിക്കാം, പല്ലിലെ വേദന ആയിരിക്കാം.
അതെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. അല്ലെങ്കിൽ ഇതൊന്നും ഫിസിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ സെൻസറി ഇഷ്യൂസ് ആയിരിക്കാം. പുറത്തുനിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അവന് മോഡിഫൈ ചെയ്ത് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള സ്ട്രെസ്, ആൻസൈറ്റി എല്ലാം ഈ കുട്ടികൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്, ഉറക്കത്തിന്റെ ഡിസ്റ്റർബൻസസ് ആണെങ്കിലും കുട്ടി ഡിസ്ട്രെസ്ഡ് ആവും, വെറുതെ കരയും. എന്താണെന്ന് നമ്മൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. അഡോളസൻസ്, ടീനേജ്. അഡോളസൻസ് എന്ന് പറയുന്നത് ഒരു 12 വയസ്സ് മേലുള്ള കുട്ടികളെയാണ്. ആ ഒരു പ്രത്യേക ഏജ് ഏതൊരു കുട്ടിയാണെങ്കിലും, ന്യൂറോട്ടിപ്പിക്കൽ ആണെങ്കിലും, സെർബൽ പാൽസി, ഓട്ടിസം, വേറെ ഏത് ഡിഫറെന്റ്ലി ഏബിൾഡ് കുട്ടിയാണെങ്കിലും ഇതെല്ലാം അവർക്ക് ബാക്കിയുള്ള ഡെവലപ്മെന്റ് എല്ലാം നോർമലായിട്ട് ഉണ്ടാകും. ഫിസിക്കൽ ഡിസബിലിറ്റി ഉണ്ടെന്ന് വെച്ചിട്ട് അവർക്ക് അവരുടേതായ ഫീലിങ്സും അവരുടേതായ വികാരങ്ങളെല്ലാം നോർമൽ ആയിരിക്കും. അപ്പൊ ദേ മൈറ്റ് വാണ്ട് ടു എൻഗേജ് ഇൻ സെക്ഷൽ റിലേഷൻഷിപ്സ് ഓർ മാസ്റ്റുർബേഷൻ. ഇതെല്ലാം നമ്മൾ ഓപ്പൺ ആയിട്ട് കുട്ടിയായിട്ട് ഡിസ്കസ് ചെയ്യണം. മാതാപിതാക്കൾക്ക് ഇതെല്ലാം ഡിസ്കസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് വാങ്ങിച്ചിട്ട് ഇതെല്ലാം നേരത്തെ കൗൺസിൽ ചെയ്യേണ്ടതാണ്. യു ഹാവ് ടു ഡിസ്കസ് പ്രൊട്ടക്ഷൻ ഫ്രം അൺവാണ്ടഡ് പ്രഗ്നൻസി അല്ലെങ്കിൽ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഇതെല്ലാം വേറൊരു കുട്ടിയുടെ അടുത്ത് പറയുന്ന പോലെ തന്നെ ഇവരുടെ അടുത്തും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ആൻഡ് ഓൾസോ അബൌട്ട് ഇൻഅപ്രോപ്രിയേറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ടച്ച്, ഗുഡ് ആൻഡ് ബാഡ് ടച്ച് എന്ന് പറയാം. അതായത് നമുക്കൊരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, ആ സ്പേസിൽ ആരൊക്കെ നമ്മൾ അനുവദിക്കും, ആ പേഴ്സണൽ സ്പേസിൽ പ്രൈവറ്റ് സ്പേസിൽ ആരെയൊക്കെ അനുവദിക്കും, എപ്പോഴാണ് നമ്മൾ അത് കെയർഫുൾ ആകേണ്ടത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ഓപ്പൺ ആയിട്ട് പറയാം എന്ന് എപ്പോഴും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നമ്മൾ കുട്ടികളുടെ അടുത്ത്. അതുപോലെ ഒരു ഏജ് ആകുമ്പോൾ 14-15 ആകുമ്പോൾ നമുക്ക് വൊക്കേഷണൽ ട്രെയിനിങ്ങിനെ കുറിച്ച് ആലോചിക്കാം. നോർമൽ സ്കൂൾ, റെഗുലർ സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ അങ്ങനെ എൻകറേജ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ അവന്റെ അഭിരുചി അനുസരിച്ച്, ആപ്റ്റിറ്റ്യൂഡ് അനുസരിച്ച് വൊക്കേഷണൽ ട്രെയിനിങ്, പിന്നെ പ്ലാൻ ടു ട്രാൻസിഷൻ ടു അഡൾട്ട്ഹുഡ്, കുറെ ഒരു കാര്യങ്ങളുണ്ട്, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. എഡ്യൂക്കേഷണൽ പ്ലേസ്മെന്റ്, എന്തൊക്കെ നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. ഓക്കെ. പിന്നെ പേഴ്സണൽ ഫോൾഡർ, ഇത് നമ്മുടെ നാട്ടില് ശരിക്കും ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പുറത്തെല്ലാം കുട്ടികൾക്ക് ഇങ്ങനെ ക്രോണിക് പ്രോബ്ലംസ് ഉള്ള ആളുകൾക്ക്, എന്ത് പ്രോബ്ലം ആയിക്കോട്ടെ, ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ബ്രേസ്ലെറ്റ് ആണ്. ആ ബ്രേസ്ലെറ്റില് കുട്ടിയുടെ പേരും നമ്പറും ഡീറ്റെയിൽസും എന്താണ് അസുഖം എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പം എന്തെങ്കിലും സപ്പോസ് ഒരു ആക്സിഡന്റ് ഉണ്ടായി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ലോസ്റ്റ് ആയിപ്പോയി, കാണാതെ ആയിപ്പോയി, ഏതെങ്കിലും സിറ്റുവേഷനിൽ അത് ഉപയോഗപ്പെടും. പിന്നെ ഒരു ഫോൾഡർ, കുട്ടികളുടെ ഒരു ഫോൾഡർ, ഇത്രയും ഇൻഫർമേഷൻ ഉള്ള ഒരു ഫോൾഡർ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പേരൻസ് പല സ്പെഷ്യലിസ്റ്റിനെയും കണ്ട് അതിന്റെ ബില്ലുകളും അതിന്റെ റിപ്പോർട്ട്സും വേറെ കുട്ടിയുടെ ബില്ല്, വേറെ കുട്ടികളുടെ റിപ്പോർട്ട്സ് എല്ലാം കൂടെ ഒരു കലങ്ങിയിട്ടുള്ള ഒരു ഫോൾഡർ ആയിരിക്കും. അതെല്ലാം മാറ്റി ഒരു ക്ലിയർ ആയിട്ട് ഓർഗനൈസ് ചെയ്തൊരു ഫോൾഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും അത് സഹായിക്കും, പുതിയൊരു സ്പെഷ്യലിസ്റ്റിനെ കാണുമ്പോൾ അവർക്കും സഹായിക്കും. അതിനകത്ത് വേണ്ടത് ഡോക്ടറുടെ ഒരു സമ്മറി കിട്ടിക്കഴിഞ്ഞാൽ അത് അതിനകത്ത് വെക്കാം. പിന്നെ എന്താണ് കുട്ടിയുടെ സെർബൽ പാൽസി, എത്രമാത്രം ഉണ്ട്, എന്തൊക്കെയാണ് ഫങ്ഷണൽ ലെവല്, എന്തൊക്കെ ഇന്റർവെൻഷൻ ആണ് ഇപ്പൊ ചെയ്യുന്നത്, എന്തൊക്കെ മെഡിസിൻസ് ആണ് കുട്ടി എടുക്കുന്നത്, എന്തൊക്കെ വേറെ പ്രോബ്ലംസ് ഉണ്ട്, സീഷേഴ്സ് ഉണ്ടോ, പിന്നെ എങ്ങനെയാണ് കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, പിന്നെ വേറെ എന്തെങ്കിലും എക്യുപ്മെന്റ് കുട്ടി യൂസ് ചെയ്യുന്നുണ്ടോ, ഒരു കെയർ പ്ലാൻ, കംപ്ലീറ്റ് കെയർ പ്ലാൻ ആ ഫോൾഡറിൽ വെക്കുക. മാനേജ്മെന്റ് ഓഫ് സെർബൽ പാൽസി എന്ന് പറയുന്നത് ഒരാളെ കൊണ്ടാവാൻ പറ്റില്ല, നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല, ഒരു ടീം എഫേർട്ടാണ്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. തെറപ്പിസ്റ്റും പ്രൊഫഷണൽസും പല എക്യുപ്മെന്റ്സും അസിസ്റ്റീവ് ഡിവൈസസും എല്ലാം കൂടെയാണ് നമ്മൾ, മെഡിസിൻസും എല്ലാം കൂടെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. മൾട്ടി ഡിസിപ്ലിനറി ടീമാണ് തന്നെയാണ് ഇതിൽ ആവശ്യം. ഫിസിയോതെറപ്പി, ഓക്കെ, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോ യുവർ ടീം. ഇത് ഞാൻ ഈ ഒരു സ്ലൈഡ് ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും കൺഫ്യൂഷൻ ആണ്. ഈ ഡോക്ടർ കണ്ടു, പിന്നെ എന്തിനാ ഈ ഡോക്ടറെ കാണുന്നത്, ന്യൂറോളജിസ്റ്റിനെ കണ്ടു, പിന്നെ എന്തിനാ ജനറ്റിസിസ്റ്റിനെ കാണുന്നത്. ഇവരെല്ലാവർക്കെല്ലാം സെപ്പറേറ്റ് റോൾസ് ഉണ്ട്. പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്നത് കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന, ഫിസിക്കൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാനും അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്യാനും, ഫിസിക്കൽ ഓർ ഇമോഷണൽ മെന്റൽ ഇഷ്യൂസ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കാനും പിന്നെ റെഫർ ചെയ്യാനും, പിന്നെ ബാക്കിയുള്ള സ്പെഷ്യലിസ്റ്റും തെറപ്പിസ്റ്റ് ആയിട്ടെല്ലാം ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ലിയേസ് ചെയ്യാനാണ് പീഡിയാട്രിഷ്യന്റെ റോള്. ഫിസിയാട്രിസ്റ്റ് എന്ന് പറയുന്ന റീഹാബിലിറ്റേഷൻ സ്പെഷ്യലിസ്റ്റ് ആണ്. She or he has many involved in many aspects of care, spasticity management,
പെയിൻ പലതരം തെറപ്പീസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, ബ്രേസിങ്, കാസ്റ്റിംഗ്, പിന്നെ അസിസ്റ്റീവ് ടെക്നോളജി പ്രിസ്ക്രൈബ് ചെയ്യുന്നത്, ചിലവര് സർജറി ചെയ്യും, ബോട്ടിലം ഇഞ്ചക്ഷൻ, ഇതെല്ലാം. പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ വേറെ എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടോ, പിന്നെ സീഷേഴ്സിന്റെ മാനേജ്മെന്റ്, ഫിറ്റ്സിന്റെ മാനേജ്മെന്റ്. ജനറ്റിസിസ് എന്ന് പറയുന്നത് ജനകിതമായ കാരണങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ആണ്. അപ്പോൾ ജനറ്റിക് ആയിട്ടുള്ള പ്രത്യേക ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. പിന്നെ ജനറ്റിക് കൗൺസിലിംഗ് വേണ്ടി വരും. ഈ കുട്ടിക്ക് ജനറ്റിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അടുത്ത കുട്ടിക്കും വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം കൗൺസിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജനറ്റിസിസ്റ്റ്. പിന്നെ ഓർത്തോപെഡിക്സ്, ബോണിന്റെ സ്പെഷ്യലിസ്റ്റ്. നേരത്തെ പറഞ്ഞ ഹിപ്പ് ഡിസ്ലൊക്കേഷൻ, സ്കോളിയോസിസ് എല്ലാം മാനേജ് ചെയ്യുന്നതാണ് ഓർത്തോപെഡിക്സ്. ഓർത്തോട്ടിക്സ് എന്ന് പറയുന്നത് സ്പ്ലിൻസ്, ബ്രേസസ്, കാസ്റ്റ് എല്ലാം ഉണ്ടാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പിന്നെ ഓഫ്താൽമോളജിസ്റ്റ് ആൻഡ് ENT, കാഴ്ചയുടെയും കേൾവിയുടെയും. ഫിസിയോതെറാപ്പിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, they help in independent motor function towards improving their function, reducing pain and സർജറിയുടെ നീഡ് കുറയ്ക്കാൻ പറ്റും പലപ്പോഴും. ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ് ഫൈൻ മോട്ടോർ സ്കിൽസ്, കൈയിന്റെ ഉപയോഗം, ADL, ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ്, അതുപോലെ സെൻസറി പ്രോബ്ലംസ്, ഇൻഡിപെൻഡന്റ് ആയിട്ട് എങ്ങനെ ജീവിക്കാം, അതെല്ലാം ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് ഓക്യുപേഷണൽ തെറപ്പിസ്റ്റ്. ഡെവലപ്മെന്റ് തെറപ്പിസ്റ്റ് മോണിറ്റേഴ്സ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെന്റ്, സ്റ്റിമുലേഷൻ ചെയ്യാൻ എല്ലാ തരം ഡൊമെയിൻസിലും ഏർലി സ്റ്റിമുലേഷനിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ഡെവലപ്മെന്റ് തെറപ്പിസ്റ്റ്. സ്പീച്ച് തെറപ്പിസ്റ്റ് അവർ രണ്ടുപേരും സ്പീച്ച് ആൻഡ് ഓഡിയോളജി സ്പെഷ്യലിസ്റ്റ് ആയിരിക്കാം. അപ്പോൾ സ്പീച്ച്, വോയിസ്, കമ്മ്യൂണിക്കേഷൻ നീഡ്സ്, ഫോളോയിങ് അസസ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു. പിന്നെ ഹിയറിംഗ് അസസ്മെന്റ്, ഹിയറിംഗ് എയ്ഡ്സ്, കോക്ലിയർ ഇംപ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള തെറപ്പി, അതെല്ലാം സ്പീച്ച് തെറപ്പിസ്റ്റ് ആണ് ചെയ്യുന്നത്. സൈക്കോളജിസ്റ്റ് obviously behavior difficulties and psychological needs. Social workers have a very important role. അവർ കോർഡിനേറ്റ് ചെയ്യും, കെയർ, ഒരു റിസോഴ്സസ് നിങ്ങൾക്ക് കണ്ടുപിടിച്ചു തരും. ഫൈനാൻഷ്യൽ ഇൻഷുറൻസ് സ്കീംസ് ഉണ്ട് ഗവൺമെന്റിന്റെ, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഹെൽപ്പ് ചെയ്യാനും അത് മാത്രമല്ല പേഴ്സണൽ ആൻഡ് സോഷ്യൽ നീഡ്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യും. സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് അറിയാം, ദേ ട്രെയിൻഡ് ഇൻ ഈ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളെ സ്പെഷ്യൽ ആയിട്ട് ട്രെയിൻ ചെയ്യാൻ, പ്രത്യേക രീതിയിൽ ട്രെയിൻ ചെയ്യാൻ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്. പിന്നെ സെൽഫ് കെയർ ഫോർ പേരൻസ്, ഇത് ഞാൻ ആക്ച്വലി അവസാനത്തെ സ്ലൈഡ് ഞാൻ നേരത്തെ ആക്കിയതാണ്. എന്ന് വെച്ചാൽ ഇറ്റ് സോ ഇമ്പോർട്ടന്റ്. പലരും മറന്നുപോകും സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി. എപ്പോഴും ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ്, തെറപ്പിസ്റ്റ്, ആ സ്പെഷ്യലിസ്റ്റ്, ഈ സ്പെഷ്യലിസ്റ്റ്, ആ ടെസ്റ്റ്, ഈ ടെസ്റ്റ് ആയിട്ട് ജീവിതം അങ്ങനെ അങ്ങ് പോകും, ജീവിക്കാൻ മറന്നുപോകും. അപ്പോ എപ്പോഴും ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനപ്പുറം എല്ലാം ജീവിതമുണ്ട്. allow yourself to have experiences. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുട്ടിക്കും അത് ഗ്രോ ചെയ്യാനും ഡെവലപ്മെന്റിനെല്ലാം സഹായിക്കും. പുറത്തെല്ലാം കൊണ്ടുപോവുക. ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, സെർബൽ പാൽസി ഉള്ള ഒരു കുട്ടിയുണ്ട്, ഫ്രണ്ടിന്. അപ്പൊ ഫ്രണ്ട് എൻ്റെ അടുത്ത് പറയുമായിരുന്നു, ചെറുതിലേ തൊട്ട് അവര് കല്യാണങ്ങൾക്കും ബാക്കിയുള്ള ഫങ്ഷൻസിനും റിലേറ്റീവ്സിന്റെ അടുത്തും എല്ലാം കൊണ്ടുപോയിരുന്നു. അപ്പൊ അതെല്ലാം ആക്ച്വലി ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. ഇറ്റ്സ് ലൈക്ക് എ തെറപ്പി ഓൾസോ. അപ്പൊ ട്രൈ ടു ഹാവ് എ നോർമൽ, ട്രൈ ടു ബ്രിങ് സം നോർമൽസി ടു ലൈഫ്. ഡിപ്രഷനും ആങ്സൈറ്റി, ഗ്രീഫ് എല്ലാം വളരെ കോമൺ ആണ് പേരൻസിൽ. ഒരുപാട് കാര്യങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം കോമൺ ആണ്. അത് സ്വന്തമായിട്ട് റെക്കഗ്നൈസ് ചെയ്യണം, കൗൺസിലിംഗ് എടുക്കണം, പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കണം. ഇതിൽ എനിക്ക് പറയേണ്ട ഒരു കാര്യം, അധികം സമയമില്ല, ഞാൻ ഫാസ്റ്റായിട്ട് പറയാം. ഇത് നമ്മൾ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തവർക്ക് അറിയാം, അതിൽ ഓക്സിജൻ കുറയുന്ന ഒരു അവസ്ഥയിൽ നമ്മൾ നേരത്തെ അവർ ഡെമോൺസ്ട്രേഷൻ കൊടുക്കും. ഓക്സിജൻ കുറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പേരന്റിന്റെ മുഖത്താണ് ഓക്സിജൻ വെക്കേണ്ടത്, അതിനുശേഷമേ കുട്ടിയുടെ മുഖത്ത് വെക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എന്ത് പറ്റും, ബോധക്കേടായി കഴിഞ്ഞ പിന്നെ കുട്ടിക്കിനെ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് നമ്മളാണ് ആദ്യം നമ്മളെ തന്നെ സെൽഫ് കെയർ എടുക്കേണ്ടത്, പിന്നെയാണ് കുട്ടീനെ നോക്കാനുള്ള ആ ഒരു എനർജിയും ഹെൽത്തും ഉണ്ടാകുള്ളൂ. ആൻഡ് യു ബി യുവർ ചൈൽഡ്സ് അഡ്വക്കേറ്റ്. പിന്നെ എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു 5 minutes കൂടെ എടുക്കാം. പറയാനുള്ളത്, മിക്കപ്പോഴും നമ്മളുടെ അമ്മമാര് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. എല്ലാം കുട്ടിക്ക് വയ്യല്ലോ, അത് ഇങ്ങനെ ഒരു അവസ്ഥയാണല്ലോ എന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. അത് പാടില്ല. അതിന് പകരം മാക്സിമം വേറെ ഏതെങ്കിലും രീതിയിൽ അസിസ്റ്റഡ് ഡിവൈസ് ഉപയോഗിച്ച് ഇതിൽ മാക്സിമം ആ കുട്ടിയുടെ ഇൻഡിപെൻഡൻസ് പ്രൊമോട്ട് ചെയ്യാൻ നോക്കണം.
ഒരു എക്സാമ്പിൾ ഈ പിക്ചറിലുണ്ട്. എപ്പോഴും കുട്ടീനെ കിടത്തിക്കൊണ്ട് അരച്ചിട്ടുള്ള ഭക്ഷണം കൊടുക്കാതെ അസിസ്റ്റീവ് വൈസ് എല്ലാം വെച്ചിട്ട് ആ കുട്ടിയെ കൊണ്ട് തന്നെ ആ കുട്ടിക്ക് ചോയ്സ് ഉണ്ടാക്കാൻ അനുവദിക്കണം. ചോയ്സ് ഇത് വേണോ അത് വേണോ എന്നുള്ള ചോയ്സസ് ഒക്കെ. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് മാത്രമല്ല ഗുണം, കുട്ടിയുടെ ആത്മവിശ്വാസവും കൂടെ വർദ്ധിക്കും. ഈ ഒരു സ്ലൈഡ് ഞാൻ ഇട്ടത് മെഡിക്കേഷൻസ് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത്രയും കാര്യങ്ങൾക്കെല്ലാം മെഡിസിൻസ് അവൈലബിൾ ആണ് എന്ന് അറിഞ്ഞിരിക്കാനാണ്. ടോൺ മാനേജ്മെന്റ്, വില കൂടുതലാണെങ്കിൽ മരുന്ന് കൊടുക്കും, അത് നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. ഇതിൽ എനിക്ക് പറയാനുള്ളത്, പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നി അയ്യോ ഇത് മരുന്ന് കഴിക്കുമ്പോൾ കുട്ടിക്ക് ഉറക്കം കൂടുന്നു, കുട്ടി എപ്പോഴും ഉറക്കുന്നു, പെട്ടെന്ന് മരുന്ന് നിർത്താൻ പാടില്ല. ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്തിട്ട് വേറെ മരുന്ന് മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ ഡോസ് കുറയ്ക്കുക, എന്തെങ്കിലും ചെയ്യണം. അതിൽ പല പല ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ സെലൈവറി, ഒരുപാട് ഡ്രൂളിംഗ് ഉള്ള അവസ്ഥ, സീജേഴ്സ്, ഓഫ് കോഴ്സ് സീജേഴ്സിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള അവസ്ഥയിൽ കീറ്റോജനിക് ഡയറ്റ് ചില സമയത്ത് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. എരിച്ചൽ, റിഫ്ലക്സ്, കോൺസ്റ്റിപ്പേഷൻ, ഇൻകോണ്ടിനൻസ്, യൂറിൻ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ, അതിനെല്ലാം മരുന്ന് അവൈലബിൾ ആണ്. സ്ലീപ്പ് പ്രോബ്ലംസ് ശരിക്കും ബിഹേവിയറിനെ, ഇതെല്ലാം ബിഹേവിയറിനെ ബാധിക്കും. അതുകൊണ്ട് ഇതെല്ലാം കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യുക, ഡോക്ടറെ കണ്ടിട്ട് മെഡിക്കേഷൻസ് എടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ്. പിന്നെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. കാസ്റ്റിംഗ് സീരിയൽ കാസ്റ്റിംഗ് ചെയ്യും, സർജറീസ് ചെയ്യും. ഈ സ്കോളിയോസിസിനും ഹിപ്പ് ഡിസ്ലൊക്കേഷനും എല്ലാം ഓർത്തോപെഡിക് സർജൻസ് ചെയ്യും. അസിസ്റ്റീവ് ടെക്നോളജി ഈസ് എ ന്യൂ തിങ്. ദർ ഇസ് സോ മച്ച് ഓഫ് പോസിബിലിറ്റീസ്, സോ മച്ച് ഓഫ് ഇന്നോവേഷൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചിട്ടും അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഡിവൈസസ് ഉപയോഗിച്ചിട്ടും എല്ലാ കാര്യങ്ങളിലും, കമ്മ്യൂണിക്കേഷനിലായാലും, ഫൈൻ മോട്ടോർ സ്കിൽസ്, ഗ്രോസ് മോട്ടോർ സ്കിൽസ്, എന്തിലായാലും അസിസ്റ്റീവ് ടെക്നോളജി ഉപയോഗിക്കാം. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഞാൻ ഇതിൽ എഴുതിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെടി വളർത്തുമ്പോൾ ചില ചെടിക്ക് ഒരു വടി നമ്മൾ കുത്തിയിട്ട് അതിൽ സപ്പോർട്ട് കൊടുക്കും. അതുപോലെ ആലോചിച്ചാൽ മതി, ചില അസിസ്റ്റീവ് ഡിവൈസസ് അതുപോലെയാണ്. സ്റ്റാൻഡിങ് ഫ്രെയിം, ആ ഗുഡ് പൊസിഷൻ എന്തിനാണ്? ചുറ്റുപാടും കാണാം, ലോകം കാണാം, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാം. എപ്പോഴും കഴുത്ത് താഴെ വീണ് കിടക്കുന്ന കുട്ടികൾക്ക് നെക്സ്റ്റ് സപ്പോർട്ട് കൊടുക്കാനുള്ള അസിസ്റ്റീവ് ഡിവൈസസ് യൂസ് ചെയ്യാം. അപ്പൊ വായിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. ഇതിൽ കാണുന്നത് നമ്മുടെ NIPMR അസിസ്റ്റീവ് ടെക്നോളജിയുടെ വർക്ക്ഷോപ്പ് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോസ് ആണ്. സിമ്പിൾ കാര്യങ്ങളാണ്. ഐപാഡ് ഇങ്ങനെ നേരെ പൊക്കി വെക്കാനും നേരെ വെക്കാനുള്ള ഫ്രെയിം, അതുപോലെ എഴുതാൻ കൈക്ക് പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ വയർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ഡിവൈസ് ആണ് അത്. സ്പീച്ച് ജനറേറ്റിംഗ് ഡിവൈസസ് ഉണ്ട്. പിന്നെ അമേസിംഗ് ടെക്നോളജീസ് ഉണ്ട്. ഒരു കുട്ടിക്ക് വേറെ സംസാരിക്കാനുള്ള ഇതില്ല, നടക്കാൻ പറ്റാത്ത കുട്ടി, സംസാരിക്കാത്ത കുട്ടി, ഗേസ് മാത്രം, കണ്ണ് മാത്രം ചലിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഗേസ് ടെക്നോളജി ഉണ്ട്. ഐ ട്രാക്കിംഗ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി വരെ ഉണ്ട്. സ്റ്റീഫൻ ഹോക്കിംഗ് അറിയായിരിക്കുമല്ലോ, സ്റ്റീഫൻ ഹോക്കിംഗ് അങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. ഓൾമോസ്റ്റ് റാപ്പിംഗ് അപ്പ്. അതർ കോംപ്ലിമെന്ററി തെറപ്പീസ് ഞാൻ കൂടുതൽ പറയുന്നില്ല, എക്സെപ്റ്റ് ദാറ്റ് സ്റ്റെം സെൽ തെറപ്പീസിന് യാതൊരു എവിഡൻസും ഇല്ല സെർബ്രൽ പാൽസി ഇംപ്രൂവ് ആവും, ക്യൂർ ആവും എന്നൊക്കെ ഉള്ള ക്ലെയിംസ് നിങ്ങൾ വിശ്വസിക്കരുത്. പക്ഷെ ഇറ്റ്സ് ഓൺഗോയിങ് റിസർച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറെ തെറപ്പീസ് ആണ് ഇതെല്ലാം. അക്യുപങ്ചർ ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബിഹേവിയർ മാനേജ്മെന്റും പെയിനെല്ലാം കുറെയൊക്കെ സഹായിക്കും. ആയുർവേദിക് അതുപോലെ തന്നെ ഈ സ്പാസിസിറ്റി ഒക്കെ കുറയ്ക്കാൻ ഉപയോഗിക്കാം. ഹോമിയോപ്പതി, ഹൈപ്പർബാരിക് ഓക്സിജൻ ഒന്നും അധികം എവിഡൻസ് ഇല്ല, പക്ഷെ ഇറ്റ് ഈസ് അണ്ടർ ഇൻ റിസർച്ച്. സോഷ്യൽ കെയർ, പിന്നെ ഇതെല്ലാം ഇതിനപ്പുറം ബാക്കി നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സർവൈവ് ചെയ്യില്ല, ത്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ കുട്ടീനെ ഒരുപാട് സഹായിക്കും. പല ബെനിഫിറ്റ്സും സ്കീംസും, സ്കൂളിലുള്ള മോഡിഫിക്കേഷൻസ്, എക്സ്ട്രാ ടൈം ഇൻ സ്കൂൾ എക്സാംസ്, അങ്ങനെ പല ബെനിഫിറ്റ്സ് ഉണ്ടാവും. സോ ബി അവെയർ, എന്തൊക്കെ റിസോഴ്സസ് സൊസൈറ്റിയിൽ ഉണ്ടെന്ന് അവെയർ ആയിരിക്കണം. അതറിയില്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സ് അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രൊഫഷണൽസിന്റെ അടുത്ത് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഇറ്റ് ഈസ് നോട്ട്, ഇതാണ് ഞാൻ സ്ട്രെസ് ചെയ്യുന്നത്, ഫിസിക്കൽ ഡിസബിലിറ്റി ശരിയാക്കാന്ന് മാത്രമല്ല സെർബ്രൽ പാൽസി. പ്രൈമറി എയിം ഇസ് നിങ്ങളുടെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെയും സോഷ്യൽ ആൻഡ് ഇമോഷണൽ ആസ്പെക്ട്സും കൂടെ നോക്കിയിട്ടുള്ള ഒരു പൂർണ്ണമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എയിം. കംപ്ലീറ്റ് ഇല്ലെങ്കിലും മോർ പാർട്ടിസിപ്പേഷൻ ഇൻ സൊസൈറ്റി, ഇൻക്ലൂസീവ്നെസ് ഇൻ സൊസൈറ്റി. ആ റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റീസ് നമ്മൾ
ലെസ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കാം, പുറത്ത് ഉള്ള ആക്സസിബിലിറ്റി ഉണ്ടാക്കാനുള്ള വേണ്ടിയിട്ട് നമ്മൾ സ്ട്രൈവ് ചെയ്യാം. സർവീസസ് സോറി അപ്പൊ അതാണ് നമ്മുടെ എയിം. ഈ സെർബൽ പാൽസി ഉള്ള ആളുകളിൽ അച്ചീവേഴ്സ് ഉണ്ടോ? നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ഒരു വലിയൊരു ഫെയർ, ഒരു എക്സിബിഷൻ നടത്തിയിരുന്നു. അതിനകത്ത് കുറെ അച്ചീവേഴ്സ് വന്നിരുന്നതിൽ ഒരാള് ഡോക്ടർ ശ്യാം പ്രസാദ് ആണ്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് റിയലി എ ഗുഡ് പ്രൈഡ് ഫോർ അസ്. ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് ആള്. ഹി ഈസ് സെർബൽ പാൽസി, ഐ തിങ്ക് ഡൈപ്ലീജിയ, അസിസ്റ്റന്റ് പ്രൊഫസർ ആണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക്സിൽ. And what he said was, he made impossible to I am possible എന്നാണ് ആള് പറയുന്നത്. അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ പറഞ്ഞത് ജഡ്ജ് നിഖിൽ പ്രസാദ് പൂനെയിൽ. ഇൻസ്റ്റെഡ് ഓഫ് വറിയിങ് അബൌട്ട് വാട്ട് യു cannot control, shift your energy to what you can create. അപ്പം there are achievers, so be aware of that. So what more can we do? ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇനി നമുക്ക് കുറെ ചെയ്യാനുണ്ട് അല്ലെ? നമ്മുടെ നാട്ടിൽ കുറെ കാര്യങ്ങൾ ഇനിയും ശരിയാവാനുണ്ട്. ഒരുപാട് ഇൻക്ലൂസീവ്നെസ്സും ആക്സസിബിലിറ്റി പ്രോബ്ലംസും ഉണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ എൻവിഷൻ ചെയ്യാം? പുറത്തുള്ള കൺട്രീസിലെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ ഭയങ്കര മിടുക്കന്മാരാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്തൂടെ? അവിടെ എല്ലാം അമേരിക്കയിൽ, ഞാൻ US കുറെ നാള് വർക്ക് ചെയ്തിരുന്നു. അപ്പൊ എല്ലാം പെർഫെക്റ്റ് അല്ലെങ്കിലും സ്പെഷ്യൽ നീഡ്സ് കുട്ടികളിൽ അവര് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോംപ്രിഹെൻസീവ് സർവീസ് ഉണ്ടായിരുന്നു. 3 വയസ്സ് വരെ എല്ലാ ഡിസ്ട്രിക്റ്റിലും, എല്ലാ കൗണ്ടി എന്നാണ് അവിടെ പറയുന്നത്, എല്ലാ കൗണ്ടിയിലും ഈ ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഇന്റർവെൻഷൻ സർവീസസ് ഫ്രീ ഓഫ് കോസ്റ്റ് അവൈലബിൾ ആയിരുന്നു. അതേപോലെ 3 വയസ്സ് കഴിഞ്ഞ സ്കൂൾസ് വഴി എല്ലാ തെറപ്പീസും അവൈലബിൾ ആയിരുന്നു, ഇൻക്ലൂഡിങ് സൈക്കോ സോഷ്യൽ സപ്പോർട്ട്, ഇൻക്ലൂഡിങ് ബാക്കിയുള്ള ബെനിഫിറ്റ്, എന്താണ് ട്രാൻസിഷൻ ടു അഡൾട്ട്ഹുഡ്, ആ പ്ലാനിങ് എല്ലാം, ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ എല്ലാം നോർമൽ സ്കൂൾസിൽ തന്നെ ഇൻക്ലൂസീവ് ആയിട്ട് അവൈലബിൾ ആയിരുന്നു. അതുപോലെ നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാവുന്നത് എന്താണ്? ഇതെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാം, പക്ഷെ ഇതെല്ലാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു കൂട്ടായ്മയായിട്ട് സപ്പോർട്ട് ഗ്രൂപ്പ്സിൽ ആക്റ്റീവ് ആയിരിക്കണം. സെർബൽ പാൽസി ഉള്ള കുട്ടികൾ ഉള്ള വേറെ ഫാമിലീസ് ആയിട്ട് കൂട്ടായ്മയായിട്ട് മേക്ക് യുവർ വോയിസ് ഹേർഡ് ടുഗദർ ആൻഡ് അഡ്വക്കേറ്റ് ഫോർ ദം. അങ്ങനെ മാത്രമേ നമുക്ക് ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് ജസ്റ്റ് ഞാൻ ഒരു മൂവി മെൻഷൻ ചെയ്യാം. ഫോറസ്റ്റ് ഗംപ് എന്ന് പറയുന്ന വളരെ ഒരു ചെറിയൊരു വീഡിയോ കാണിക്കായിരുന്നു, പക്ഷെ സമയം കഴിഞ്ഞു പോയെന്ന് തോന്നുന്നു. പേരമ്പ് എന്ന് പറഞ്ഞ മലയാളം മൂവി ഉണ്ടായിരുന്നു. കുറെയൊക്കെ ഇങ്ങനത്തെ മൂവീസ് ഉണ്ടാകുന്നത് നല്ലതാണ്, പബ്ലിക്കിന് ഇതിന്റെ അവയർനെസ് കൂടും. ആ മൂവിനകത്തുള്ള ഒരു ഡയലോഗാണ്, മൈ മാമ ഓൾവേസ് സെഡ് ദാറ്റ് life is like a box of chocolates, you never know what you're going to get. അപ്പൊ ഈ സ്റ്റാറ്റിസ്റ്റിക്സും ബാക്കിയുള്ളവരും പറയുന്ന പോലെ തന്നെ കുട്ടി വളരണം എന്നില്ല. നമ്മൾ അതേ നിങ്ങളുടെ കുട്ടീനെ നിങ്ങൾക്ക് മാത്രമേ ശരിക്കും അറിയാൻ പറ്റുള്ളൂ. നിങ്ങളാണ് എക്സ്പെർട്സ് നിങ്ങളുടെ കുട്ടിയിൽ. അപ്പൊ ആ കുട്ടിയുടെ അഭിരുചിയും കഴിവുകളും അനുസരിച്ച് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എങ്ങനെ ചാനലൈസ് ചെയ്യണം. ഓഫ് കോഴ്സ് പ്രൊഫഷണൽ ഹെൽപ്പ് ഉണ്ടാവും, ടീം ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് ടീം ഓഫ് തെറപ്പിസ്റ്റ്, ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം നിങ്ങളുടെ ബാക്കിൽ ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവാം. താങ്ക് യു. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. നമുക്കൊരു 5 minutes ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തോളൂ. സനീഷ്. ചാറ്റില് ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഞാൻ അത് നോക്കിയിട്ട് പറയാം. ചാറ്റിലില്ല മാം. ക്വസ്റ്റ്യൻസ് ഇല്ല. എന്തെങ്കിലും ആർക്കെങ്കിലും നേരെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. യെസ് മാം, ഇപ്പോ നമുക്കിപ്പോ ഇങ്ങനെ സംശയം തോന്നുന്നു. കാരണം ഇങ്ങനെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ളതായിട്ട് നമുക്ക് സംശയം തോന്നുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ആദ്യം ആരെയാണ് ഈ കുഞ്ഞിനെ കൊണ്ട് കാണിക്കേണ്ടത്? പീഡിയട്രിഷ്യന്, നിങ്ങളുടെ ജനറൽ പീഡിയട്രിഷ്യന്. പക്ഷെ സപ്പോസ് ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, വെയിറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം, പക്ഷെ നിങ്ങൾക്ക് അപ്പോഴും കൺസേണിങ് ആണെങ്കിൽ ഒരു ഡെവലപ്മെന്റൽ പീഡിയട്രിഷ്യൻ അല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ചൈൽഡ് സൈക്യാട്രിസ്റ്റിനെ കാണിക്കേണ്ടതാണ്. നിങ്ങളുടെ കൺസേൺസ് ആണ് പ്രൈമറി ഇമ്പോർട്ടൻസ്. വേറെ ഒരാള് കുഴപ്പമില്ല നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് നമ്മൾ പലപ്പോഴും കേൾക്കും, അതുകൊണ്ട് ഞാൻ പറഞ്ഞു.
മാം അതുപോലെ ഇപ്പൊ നമ്മൾ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ചാൻസ് കൂടുതലാന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഈ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് നമ്മളെ എത്ര നാൾ വരെ നമ്മൾ ഇങ്ങനെ ഇതിന്റെ ഒരു സ്ക്രീനിങ് നമ്മൾ ചെയ്യണം ഇങ്ങനെയുള്ള ന്യൂറൽ പ്രോബ്ലംസിന്റെ? അല്ലല്ല, അണ്ടർ വെയിറ്റ് ഞാൻ ഉദ്ദേശിച്ചത് മദർ പ്രഗ്നന്റ് ആയിരിക്കുന്ന മദറിലാണ് കൂടുതൽ റിസ്ക് സെർബ്രൽ പാൽസി എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ സെർബ്രൽ പാൽസി ഉള്ള കുട്ടികളിൽ അവര് അണ്ടർ വെയിറ്റ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. എത്ര നാള് നമ്മൾ മോണിറ്റർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫസ്റ്റ് 1 year അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് 1 to 2 years നമ്മൾ ആ ഡെവലപ്മെന്റ് മൈൽ സ്റ്റോൺസ് ഉണ്ടല്ലോ. അപ്പൊ ഒരു കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഒരു 2 months ആകുമ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ചിരിക്കണം. കഴുത്തുറയ്ക്കുന്നത് ഒരു 4 മാസത്തിലാണ്. 8 മാസത്തിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇരിക്കണം. 1 വയസ്സിൽ നടക്കണം. അങ്ങനത്തെ മൈൽ സ്റ്റോൺസ് ഉണ്ട്. അത് ട്രാക്ക് ചെയ്യാൻ ആക്ച്വലി ഞാൻ ഒരു സ്ലൈഡിൽ ഉണ്ടായിരുന്നു. ചില കുട്ടികൾ ഇഴയാതെ അങ്ങ് നടക്കാൻ തുടങ്ങുമല്ലോ, അതാ ഞാൻ ചോദിച്ചത്. ചില മൈൽ സ്റ്റോൺസ് ഒക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്ന പോലെ ചില കുട്ടികളിൽ നമുക്ക് കാണാറുണ്ട്. പക്ഷെ അവര് നോർമൽ ആയിരിക്കും. അതാ ഞാൻ അത് ചോദിച്ചത്. ചില കുട്ടികളിൽ നോർമൽ കുട്ടികളും സ്കിപ്പ് ചെയ്യും. പക്ഷെ സെർബ്രൽ പാൽസി ഉള്ള കുട്ടികളും ഒരു സ്പാസ്റ്റിസിറ്റി കാരണം നേരത്തെ നിൽക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ആണ് നോക്കേണ്ടത്. അത് ആ ഒരു കാര്യം മാത്രം കൊണ്ട് ഈ കുട്ടിക്ക് CP ഉണ്ട് അല്ലെങ്കിൽ റിസ്ക് ഉണ്ടെന്ന് പറയാം. മാം ഒരു സംശയം കൂടി, അതായത് ഇപ്പൊ നമ്മുടെ ഫാമിലിയിൽ ഒരു ഓട്ടിസ്റ്റിക് ചൈൽഡും ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ പ്രോബ്ലം ഉള്ള ഒരു കുട്ടിയും ഒരു നോർമൽ കുട്ടിയും ഉണ്ടെങ്കിൽ ശരിക്കും നമ്മൾ എങ്ങനെയാണ് ഒരു പാരന്റ് എന്നുള്ള നിലയിൽ അവരെങ്ങനെയാണ് അത് മാനേജ് ചെയ്യേണ്ടത്? കാരണം പലപ്പോഴും ഇപ്പൊ കാണുന്നത് ചിലരിപ്പോ രണ്ടുപേരും വർക്കിംഗ് ആയിട്ടുള്ള ചിലർ ഒരാൾ ജോബ് വേണ്ടാന്ന് വരെ വെക്കുന്നുണ്ട്. അപ്പൊ മാം എന്താണ് മാമിന്റെ ഒരു സജഷൻ? ശരിക്കും നമ്മൾ അങ്ങനെ തന്നെ സാക്രിഫൈസ് ചെയ്ത് ശരിക്കും ആ കുട്ടിയെ നമുക്ക് ശരിയാക്കി കൊണ്ടുവരാൻ പറ്റുമായിരിക്കും അല്ലെ? ഒരാൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഒരു പാരന്റ് കൂടെ ഉണ്ടെങ്കിൽ. അങ്ങനെ ഇപ്പോ എനിക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡിസിഷൻസ്, നിങ്ങൾ ജോലി വിടണം വിടണ്ട എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഏർലി സ്റ്റേജിൽ കുഞ്ഞിന് വേണ്ട എല്ലാ തെറപ്പീസും എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേറെ രീതിയിൽ പറ്റുമെങ്കിൽ നിങ്ങളുടെ കരിയർ നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ സെൽഫ് കെയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നമ്മുടെ കരിയർ സാക്രിഫൈസ് ചെയ്തിട്ട് കുട്ടിയുടെ പുറകെ ഫുൾ ടൈം ഇരുന്ന് കഴിഞ്ഞാൽ അത് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാക്കും. അത് തന്നെ ചിലപ്പോ കുട്ടീനെ ബാധിക്കും. അല്ല, നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾ റെഡിയാണ്, ഒരു 2 വർഷം ഗ്യാപ്പ് എടുത്തിട്ട് കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കാം റെഡിയാണെങ്കിൽ അങ്ങനെ. പക്ഷെ നമ്മളുടെ സൊസൈറ്റിയിൽ ഒരുപാട് ചേഞ്ചസ് വരാനിരിക്കുന്നു. നമുക്ക് ഇങ്ങനെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികളുടെ ഫാമിലീസിന് ഒരു റെസ്പെക്ട് കൊടുക്കാൻ ഒരു സർവീസസ് ഇല്ല. എവിടെയും പോകാൻ പറ്റുന്നില്ല ഈ ഫാമിലിക്ക്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സപ്പോർട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഇടയ്ക്ക് ഒരു ട്രിപ്പ് എടുക്കുക, ബ്രേക്ക് എടുക്കുക, കുട്ടീനെയും കൊണ്ട് എവിടെയെങ്കിലും പോവാം, അല്ലെങ്കിൽ കുട്ടീനെ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ടും പോവാം. സിബ്ലിങ്സിനെ ഇൻവോൾവ് ചെയ്യാം. സിബ്ലിങ്സിന്റെ ഒരു കാര്യം ഭയങ്കര പ്രാധാന്യമുണ്ട്. സിബ്ലിങ്സിനെ പലപ്പോഴും നമ്മൾ ഇഗ്നോർ ചെയ്യും. ഇങ്ങനെ ഒരു കുട്ടി ഹൈലി ഡിമാൻഡിങ് ഒരു കുട്ടി വീട്ടിലുള്ളപ്പോ സിബ്ലിങ്സിന്റെ നീഡ്സ് എപ്പോഴും മറന്നു. അപ്പൊ അത് ശ്രദ്ധിക്കണം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു, ഒത്തിരി അവയർനെസ് കിട്ടി, വളരെ നല്ലതായിരുന്നു. താങ്ക് യു. ഇങ്ങനെ കൂടുതൽ സെഷൻസ് വളരെ നല്ലതായിരിക്കും. കാരണം ഇങ്ങനെ ഓട്ടിസം, ഇതുപോലെ സെറിബ്രൽ പാൽസി നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് വളരെ നല്ലതായിരുന്നു മാം. താങ്ക് യു. ഞാന് ഭാഗ്യ, ഞാൻ സെന്റ് ജോസഫിലെ ടീച്ചറാണ്, ഹോം സയൻസിലെ ടീച്ചറാണ്. അതെ. താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, ഡൗട്ട്സ് ഉണ്ടോ? വേറെ ആർക്കെങ്കിലും ചോദിക്കാൻ? ഓക്കെ, നമുക്കെന്നാ വൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് നമ്മുടെ വെബിനാർ സീരീസിലെ 3rd സെഷൻ ആയിരുന്നു. അപ്പോൾ വളരെ നല്ല രീതിക്ക് CP എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷെ എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായി സിമ്പിളായിട്ട് നമുക്ക് ഇത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ക്ലാസ് എടുത്ത ഡോക്ടർ മാഡത്തിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തുടർന്നും നമുക്ക് NIPMRന്റെ ഭാഗത്തുനിന്ന് വെബിനാറുകൾ ഉണ്ടാവുന്നതാണ്. അതിന്റെ അപ്ഡേറ്റ്സ് നിങ്ങളെല്ലാവരും അറിയിക്കുന്നതാണ്. സാധിക്കുമെങ്കിൽ ഇപ്പോൾ ചാറ്റ് ബോക്സിൽ നമ്മളൊരു ഫീഡ്ബാക്ക് ഫോമിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.
നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുള്ളത് അവിടെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തതിന് തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു എവരിവൺ. താങ്ക് യു. ലിവിയാണോ?